JRCയും ഈ ഒരു ഇന്നത്തെ ടോപ്പിക്ക് വളരെ എന്താണ് പറയാ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വലിയ മിഷന്റെ പിറകെ നമ്മളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന കേരളത്തിലേക്ക് ഈ ഡയബറ്റിക് മുക്ത കേരളം, അതായത് നമ്മൾ അനീമിയ മുക്ത ഭാരത് എന്ന് ന്യൂട്രിചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് മുക്ത കേരളം എന്ന് പറഞ്ഞൊരു ആശയം കൂടി എടുത്ത് നടക്കുന്ന നമ്മളുടെ സ്റ്റാർ റൂബി ബിനു സാറാണ്. അപ്പൊ ബിനു സാർ എന്തായാലും വലിയ ഒരു ആശംസകൾ നേരുകയാണ് ഞാനിവിടെ. അതിന്റെ കൂടെ തന്നെ മിഷൻ 15 crore എന്ന് പറഞ്ഞ ന്യൂട്രിചാർജ് അനീമിയ മുക്തന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിഷൻ ഫ്രീ ഡയബറ്റിക് എന്നുള്ളതാണ്. അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണിത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ലോകത്ത് വെച്ച് ഏറ്റവും അധികം ഡയബറ്റീസ് ഉള്ള ആൾക്കാര് ഇന്ത്യയിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ എന്താണ് പറയുക, നമുക്ക് വളരെയധികം സന്തോഷത്തിലൂടെ അഭിമാനിക്കാം. ഓക്കെ, അതില് ഇന്ത്യയില് ഇഫ് യു സേ ദാറ്റ് യു നോ ഇറ്റ്സ് എന്താ പറയുക ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളം എവിടെ പിന്നിൽ നിൽക്കും അല്ലേ? അപ്പൊ കേരളമാണ് ഇന്ത്യയിൽ ഡയബറ്റിക്കിന്റെ ക്യാപിറ്റൽ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോ നമ്മൾ എന്തുകൊണ്ടും പറയുകയല്ല മാഷി, നമ്മൾ എന്തുകൊണ്ടും മുന്നോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാം. നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നുണ്ട്. എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ട് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തായിരിക്കും പ്രമേഹത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ആ സമയം മുതൽ നമ്മൾ പറയുന്നുണ്ട് ഡയബറ്റിക്കിന്റെ ഒരു ക്യാപിറ്റലായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ കേരളം. അപ്പൊ നമ്മൾ അവിടുന്ന് എവിടെ മുന്നോട്ടേക്ക് പോയോ എന്ന് നോക്കിയാൽ നമ്മൾ മുന്നോട്ട് പോയി. എങ്ങനെ പോയി? പണ്ട് 10% ഉള്ളെങ്കിൽ ഇപ്പൊ 20% അങ്ങനെ അതായത് നെഗറ്റീവ് സൈഡിലോട്ട് നമ്മൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും വലിയ കാരണം ഒന്നേ ഉള്ളൂ, ജീവിതശൈലി. എന്ത് പറഞ്ഞാലും നമ്മൾ ചില ഹാബിറ്റുകൾ മാറ്റാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാഹിബ് പറഞ്ഞത് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്, പ്രത്യേകിച്ച് നല്ല ഹാബിറ്റ്സ്. അപ്പോൾ നമുക്കതൊരു വലിയ ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറകൾക്കും ഇപ്പോഴത്തെ തലമുറകൾക്കും ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, അവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന് വളരെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക്. അപ്പോ ഈ പ്രമേഹം എന്നുള്ളത് പല തവണ പല രൂപത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ആശയങ്ങൾ പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത് കൂടുതൽ അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ പണ്ട് ഭയപ്പെട്ടിരിക്കുന്ന പോലെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നും ഇതിലില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളുടെ സ്വഭാവമാണ്. നമ്മൾ മാറില്ല എന്നുള്ളതാണ്. നമ്മൾ പല സാധനം കഴിക്കാതിരിക്കണം, നമ്മൾ അതേ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ ഫിസിക്കൽ മീറ്റിങ്ങിന് ഞാൻ പോയിട്ട് പ്രമേഹത്തിനെ പറ്റി ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ പറയാറുണ്ട് ഇത് കഴിക്കാൻ പാടില്ല. ഞാൻ ആദ്യം പറയും, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കരുത്. എങ്ങനെ ചോദ്യം? ഇനി എന്താ പിന്നെ കഴിക്കുക? കാരണം നമ്മൾ ആകെ കഴിക്കുന്നത് ഈ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞോളൂ. അപ്പുറത്ത് നല്ല സാധനങ്ങൾ കഴിക്കാനുള്ളതുണ്ട്, അത് നമ്മൾ അറിയത്തില്ല. പിന്നെ ഒരു സെക്കൻഡിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ത്യജിക്കും തയ്യാറാണ്. വിൽ ഫോർഗോ എവറിഥിങ് ജസ്റ്റ് ഫോർ ദ ടേസ്റ്റ്. അതാണല്ലോ തകരാറ്. ആ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ വയറ്റിൽ പോയിട്ട് ഇത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ കുറച്ചേക്ക് അതിൽ ജാഗരൂകരായിരിക്കും. എന്നാലും ഇന്നത്തെ ഈ പ്രസന്റേഷൻ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ചില ആൾക്കാർക്ക് ഒരു വേവലാതി എന്തായാലും വരും, അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ വേവലാതി വന്നിട്ടുണ്ടെങ്കിൽ ഞാനും വിജയിച്ചു, ബിനു സാറും വിജയിച്ചു, പിന്നെ ആർസിമും വിജയിച്ചു, അത്രേ പറയാനുള്ളൂ. കാരണം ഇത് കണ്ടിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ നമുക്ക് വലിയ എന്താ പറയാ, നമ്മളിങ്ങനെ പറയാൻ മാത്രമേ ഉണ്ടാവും, ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഫോളോ ഇറ്റ് വാട്ട് എവർ വി ആർ സെയിങ്. കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കും പേനയായിട്ട് ഇരിക്കുക, എഴുതുക, എഴുതി പോകുക, എന്നിട്ട് മനസ്സിലാക്കുക, പിന്നീട് ആ എഴുത്ത് വായിക്കുക. ഓക്കെ, ഞാൻ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ശരിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾ ആ പോയിന്റുകളൊക്കെ ജസ്റ്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ആ പോയിന്റുകൾ പിന്നീട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്, അതേപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവരെ പ്രമേഹത്തിൽ നിന്ന് മുക്തമാക്കാൻ പറ്റും. റൈറ്റ്? അപ്പൊ എന്താണ് അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോ അതിലേക്ക് നമുക്ക് അങ്ങ് പ്രയാണിക്കാം, അല്ലെ, അങ്ങ് ചലിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ജേർണി. ഒരു പ്രസന്റേഷൻ തന്നെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴും പല ആൾക്കാർക്ക് ഈ പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഇനി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അതറിയില്ല. അറിയാവുന്നതല്ല, ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത് കഴിക്കണം, അത് കഴിക്കരുത്, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്താണെന്നറിയില്ല. വി ഡോണ്ട് ചേഞ്ച്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പൊ മാറ്റം അനിവാര്യമാണ് ആരോഗ്യം വേണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ പ്രസന്റേഷൻ കാണുക, നല്ലവണ്ണം എഴുതി വെക്കുക, അതിനെ പഠിക്കുക, പഠിച്ചിട്ട് നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് ഫോളോ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മഹാനായ TCG നമ്മളോട് പറയുന്നുണ്ട്, ഈ വർഷം
ആരോഗ്യത്തിന്റെ ഒരു ഒരു വലിയ റെവല്യൂഷണറി ഇയർ ആണ് അല്ലെ. റെവല്യൂഷൻ ഇയർ എന്താണ് പറയുക? ഹെൽത്ത് റെവല്യൂഷൻ ഇയർ, ആരോഗ്യ ക്രാന്തി വർഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരോഗ്യ ക്രാന്തി വർഷം എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം മതിയോ? പറ്റില്ലല്ലോ. നമുക്ക് ശരീരം കൊണ്ടും ആരോഗ്യം കാണിക്കണ്ടേ ആൾക്കാർ? പണ്ടത്തിനേക്കാൾ അനാരോഗ്യമായിട്ട് പോയിട്ടുണ്ട്, പിന്നെ എന്താ ആരോഗ്യ ക്രാന്തി വർഷം? ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തിൽ നിൽക്കണം. ആരോഗ്യത്തിൽ നിൽക്കണമെങ്കിൽ നമ്മൾ കുറെ കാര്യം ചെയ്യണം. അതിൽ ആദ്യത്തെ എന്തായിരുന്നു? നമ്മൾ ആരോഗ്യത്തിൽ നിൽക്കണമെങ്കിൽ എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിബഡി ഹു നോസ് ദാറ്റ് ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി, വാട്ട് ഈസ് ദാറ്റ് യു നീഡ് ടു ഡു? എന്തായിരുന്നു നമ്മൾ അതിനൊരു പേര് കൊടുത്തത്? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് ആരും ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൾക്കാർ ഇരുട്ടിൽ തപ്പുന്നത്. ഇതുവരെ ഇതിന്റെ ഒരാള് പറഞ്ഞിട്ടുണ്ട്, സേഹത് സിത്താര. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അതിന് വീരാംഗനയാണ് അല്ലെ, റൈറ്റ്? സേഹത് സിത്താര. അപ്പൊ സേഹത് സിത്താര എത്ര ആളായിട്ടുണ്ട്, എത്ര ആൾ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പിന്നീട് വലിയ ഒരു എന്താണ് പറയാ, ഈ പുലിയുടെ ആ ക്ലോ ഇല്ലേ, ക്ലോ എന്താ പറയാ, ഇങ്ങനെ പിടിക്കുന്നതന്നെ ക്ലോ, ആ പുലിയുടെ ക്ലോ പോലെയായിരിക്കും, പുലിയുടെ പിടി പോലെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് അതിലേക്ക് വരണം, മാറണം എന്ന് പറയാം. സോ ലെറ്റ് സ്റ്റാർട്ട് ദിസ്. കാരണം ഏറ്റവും അധികം നമുക്ക് അറിയേണ്ടതും, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആൾക്കാർ ഇതിൽ നിന്നാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആൾക്കാരുടെ ചെറുപ്രായത്തിൽ തന്നെ വിരലുകൾ മുറിക്കപ്പെട്ടു, പ്രായത്തിൽ തന്നെ കാൽപാദങ്ങൾ മുറിക്കപ്പെട്ടു, ചില ആൾക്കാരുടെ കാല് തന്നെ മുറിക്കപ്പെട്ടു. പിന്നെ എന്തോ ഒരു ജീവിതം, ഒന്ന് ചിന്തിച്ചു നോക്കി. ജസ്റ്റ് അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, നമ്മൾ ജീവിതശൈലി ഒന്ന് നേരെയാക്കിയിരുന്നെങ്കിൽ, ജീവിതശൈലി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഈ ഒരു മാരകത്വത്തിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റുമായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് എന്തോ ആ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം മാക്സിമം കാണുന്ന ആൾക്കാർ എഴുതി വെക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം നമുക്കറിയാം കേരളത്തില് ഇപ്പോൾ കയറിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വന്ന ആൾക്കാരിനേക്കാളും 10 ഇരട്ടി വെളിയിലുണ്ട്. ഓക്കെ, അപ്പോ അവർക്കൊന്നും ഈ കാര്യം ഞാൻ ഇന്ന് പറയുന്നതൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തതിനെ കൊണ്ടൊന്നും ആവില്ല. നിങ്ങളത് പഠിച്ച് ശരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന പോലെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആവണം. എന്നാൽ മാത്രമേ പഠനങ്ങൾ ട്രാൻസ്ഫർ ആകുന്നുള്ളൂ. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളും മറ്റേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുകൊണ്ട് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. സോ ഷാൽ വി സ്റ്റാർട്ട് ദെൻ? ഓക്കെ, ഹിയർ വി ഗോ. How will people with diabetes become sehat ke sitare? So how will people with diabetes become sehat ke sitare? That is a very important question, pertinent question. ആ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇന്ന് കാൽവെപ്പ് വെച്ച് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയബറ്റിക്കിനെ പറ്റി എന്തെങ്കിലും അറിയുന്നതിന്റെ മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ അറിയേണ്ടത് ഇൻഫാക്ട് ഈ പറഞ്ഞ അതിന്റെ വാല്യൂസ് ആണ്. സോ ബ്ലഡ് ഷുഗർ വാല്യൂസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഇതാദ്യം പഠിക്കണം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പഠിച്ചു എന്നുള്ളതാണ്. അപ്പോ ആദ്യം നമുക്ക് നോർമൽ ലെവൽ നോക്കാം, പിന്നെ പ്രീ ഡയബറ്റീസ് ലെവൽ നോക്കാം, ദെൻ ഡയബറ്റീസ് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ HbA1c, അതായത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അത് നമ്മളുടെ ഹീമോഗ്ലോബിന്റെ ഓരോ കണത്തിന്റെ അകത്തും ഗ്ലൂക്കോസുകൾ കയറി പിടിക്കുക എന്നാണ് പറയുക. അപ്പൊ നമുക്ക് അതിനെ നോക്കാം. നോർമൽ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബിലോ 5.7%. പ്രീ ഡയബറ്റീസ് ആണെങ്കിൽ 5.7 to 6.4%, ആൻഡ് ഡയബറ്റീസ് ആണെങ്കിൽ എബവ് 6.5%. ഇതാണ് HbA1c. അപ്പൊ ഇനിയിപ്പോ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ നോർമൽ ആണോ, പ്രീ ഡയബറ്റീസ് ആണോ, ഡയബറ്റീസ് ആണോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം അവർ നോർമൽ ആണോ, പ്രീ ഡയബറ്റീസ് ആണോ, ഡയബറ്റീസ് ആണോ. ഇറ്റ് ഈസ് അബൌട്ട് HbA1c. ഇനി രണ്ടാമത്തതാണ് FBG, ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. അല്ലെ ചില ആൾക്കാർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറയും. അപ്പൊ അതെന്തുവാ? ബിലോ 100 milligram per deciliter is normal. 100 to 125 milligram per deciliter is pre-diabetes, and above 126 milligram per deciliter is diabetes. Fasting. Okay. Fasting എന്ന് പറയുന്ന നേരത്ത് മിനിമം നിങ്ങൾ ഒരു 10 മണിക്കൂർ മുന്നേയെങ്കിലേ ഭക്ഷണം കഴിച്ചിരിക്കാൻ പാടുള്ളൂ. ഒരു ഭക്ഷണം കഴിച്ചിട്ട് 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് നോക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അത് ശരിയായ ഒരു റിസൾട്ടിലേക്ക് വരത്തുള്ളൂ. അതിന്റെ മുമ്പേ ഒന്നും ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒന്നും കുടിച്ചിട്ടോ കഴിക്കാത്തോ ഒന്നും പോകരുത്. അതിന് മുമ്പ് 10 മണിക്കൂർ മുമ്പേ കഴിച്ചിരിക്കണം. ഓക്കെ, നൗ PPBG, ദാറ്റ് ഇസ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതാണത്. അപ്പോൾ അതിനെ ചില ആൾ PPBS എന്നും കൂടി പറയും. സോ വാട്ട് ഈസ് ദാറ്റ്? ബിലോ 140 milligram per deciliter is normal. Anything from 140 to 199 milligram per deciliter is pre-diabetes, and diabetes is anything about 200 milligram per deciliter. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കാണാപാഠമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ആരോടെങ്കിലും പറയാനോ സംസാരിക്കാനോ പറ്റും. കാരണം ഏതെങ്കിലും ഒരാൾ ഒരു റിപ്പോർട്ട് കൊണ്ടു തന്നാൽ നമ്മൾ അവിടെ അന്തം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ ലെറ്റ്സ് ബൈ ഹാർട്ട് ദിസ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഹെഡിങ് ആണ് ഇതിന് താഴെ ഉള്ളത്. ക്രോഡ്സ് ഓഫ് ഇന്ത്യൻസ് ഹാവ് പ്രീ ഡയബറ്റീസ്.
അപ്പൊ നോർമൽ അല്ല എന്നർത്ഥമായി കഴിഞ്ഞു. പ്രീ ഡയബറ്റീസ് ആയി കഴിഞ്ഞാൽ അവർ നോർമൽ ആവുന്നതിനേക്കാളും കൂടുതൽ റിസ്ക് ഉള്ളത് ദേ വിൽ ബിക്കം എ ഡയബറ്റിക്. അതാണ്. അതായത് നിങ്ങൾ യാത്ര തുടങ്ങി, നോർമലിൽ നിന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ശരിക്കും അതിനെപ്പറ്റി പ്രവർത്തിക്കണം, ജീവിതശൈലി മാറ്റണം, എക്സസൈസ്, സപ്ലിമെന്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല, നമ്മൾ ഇതന്നെ തുടർന്നങ്ങ് പോകും. സോ ഈ പറയുന്ന പ്രീ ഡയബറ്റീസിലുള്ള ആൾക്കാർക്ക് ഏറ്റവും അധികം ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ബിക്കമിങ് എ ഡയബറ്റിക് ആണ്. സോ ദേ ആർ പ്രോൺ ടു ബി എ ഡയബറ്റിക് വെരി സൂൺ. വളരെ പെട്ടെന്ന് തന്നെ അവർ ഡയബറ്റിക് ആവും. അതിൽ ഒരാൾ നിങ്ങളാണോ എന്നാണ്, ഒരുപക്ഷെ നിങ്ങൾ അയക്കാം. കാരണം നോബഡി നോസ് ഇല്ലേ, ഇവിടെ ഇന്നത്തെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര ആൾക്കാർക്ക് അവരുടെ ബ്ലഡ് ഷുഗറിനെ പറ്റി ധാരണ ഉണ്ട്, ഈ ലെവലിൽ എവിടെയാണ് ഞാൻ ഉള്ളതെന്ന് ആർക്കെങ്കിലും അറിവുണ്ടോ? അപ്പോ അതുകൊണ്ട് നമ്മൾ മേ ബി വേണ്ടോ, ഒരുപക്ഷെ നമ്മൾ അയക്കാം. അഥവാ അങ്ങനെയാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന 10 പോയിന്റുകളിൽ ഏതെങ്കിലും 4 യെസ് ആണെങ്കിൽ യു ആർ അറ്റ് ദ റിസ്ക്. നിങ്ങൾ വളരെയധികം റിസ്ക് ലെവലിലാണ് ഉള്ളത്. ഔട്ട് ഓഫ് ദിസ് 10, any 4 that will definitely take you to the risk factor of diabetes. അപ്പൊ എന്താണ്? സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നമ്പർ 1. ഞാൻ ഈ പറയുന്ന നേരത്ത് നിങ്ങൾ യെസ് എന്നോ നോന്നോ എഴുതുക. ഓക്കെ, യെസ് 4 ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോളണം പരിപാടി തുടങ്ങി മോനെ. ഓക്കെ, അപ്പൊ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, യാതൊരു എക്സസൈസ് ഇല്ല, ശരീരം കൊണ്ട് ഒന്നും ചെയ്യത്തില്ല, ഭക്ഷണം കഴിക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെയും കിടക്കുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു. അപ്പൊ ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് യു ഡോണ്ട് ഡു എനിത്തിങ് വിത്ത് യുവർ ബോഡി. ദെൻ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ഓർ ട്രൈഗ്ലിസറൈഡ്സ്. നിങ്ങളുടെ രക്തത്തിന്റെ അകത്ത് കൊളസ്ട്രോളോ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡോ വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ, യെസ് ഓർ നോ. ബീങ് ഓവർ വെയ്റ്റ് ഓർ ഒബീസ്, വല്ലാതെ പൊണ്ണത്തടിയുണ്ട്, ഇല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആണ്, അങ്ങനെയുള്ള ആൾക്കാർ. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ, ഹൈ ബി പി ഉള്ള ആൾക്കാരാണെങ്കിൽ. ദെൻ ഹാവിങ് സഫേർഡ് ഡയബറ്റീസ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ളതാണ്. പ്രഗ്നൻസിയുടെ സമയത്ത് അവർ ഡയബറ്റീസ് ആയിട്ടുണ്ടെങ്കിൽ, അവർ ഡയബറ്റിക് ആയി മാറിപ്പോയിരുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ മരുന്ന് കൊടുക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ഡയബറ്റിക് ആയിട്ട് അവർ കണ്ടു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ ദെൻ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, നിങ്ങളെ കുടുംബത്തിൽ പ്രമേഹത്തിന്റെ ഒരു ചരിത്രം തന്നെ ഉണ്ട്, ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ടെങ്കിൽ. ദെൻ ഏജ് ഓവർ 45 years, സോറി 45 അല്ല, അത് ഇനി തൊട്ട് 30 തന്നെ കണക്കാക്കേണ്ടി വരും. ചില സമയം അതിനേക്കാൾ താഴോട്ട് കണ്ടു വരും. പക്ഷെ ഇന്നൊരു സമാധാനം തരാം, 30 വയസ്സെന്ന് കണക്കാക്കിയാൽ മതി. above 30 years അങ്ങനെയാക്കുക കേട്ടോ. ദെൻ ബീങ് എൻ ഇന്ത്യൻ ബൈ ബർത്ത്, ഓ മൈ ഗുഡ്നസ് മീ, അപ്പൊ ഒരു വിക്കറ്റ് എല്ലായിടത്തും വീണ് കഴിഞ്ഞു. കാരണം ഇത് മുഴുവൻ ഇന്ത്യൻ അല്ലേ കാണുന്നുള്ളൂ. അപ്പോ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ 1% നമ്മൾ ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ 25% ചാൻസ് ഈസ് ദർ. ഇന്ത്യയിൽ ജനിച്ചാൽ പ്രമേഹമാവാനുള്ള 25% നമ്മൾ ജന്മത്തോടെ തന്നെ കൊണ്ടുവരായിരുന്നു. ദെൻ എക്സസ് ഫറ്റീഗ്, ഇറിറ്റേബിലിറ്റി, ഒടുക്കത്തെ ക്ഷീണവും അതുപോലെ തന്നെ ഇറിറ്റേഷനും, എപ്പോ നോക്കിയാലും ദേഷ്യം. ദെൻ ഹിസ്റ്ററി ഓഫ് PCOS, PCOD അല്ല PCOS എന്നൊക്കെയുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ, ഇവർക്കൊക്കെയാണ് സാധ്യതകളുള്ളത്. അപ്പൊ ഈ 10ൽ നിങ്ങൾ 4 എണ്ണത്തിൽ യെസ് ആണെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി ക്ലോസ് ടു ദ ഡോർ. മനസ്സിലാക്കുക. സോ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറ്റം വരുത്തുക, അതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, നൗ ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, കാരണം നമുക്ക് പല വട്ടം പറഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല, അല്ലെ മനസ്സിലായിട്ട് നമ്മൾ അത് ഉൾക്കൊണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോലും ഉൾക്കൊണ്ടിട്ടും നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. ഒന്നും അറിവില്ലാത്തതും ഇങ്ങനത്തെ ട്രെയിനിങ് ഒന്നും കേൾക്കാത്ത ഏതോ ഒരു വഴിപോക്കൻ എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് നമ്മൾ അതാണ് ശരി എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു റെനേസാൻസ് എന്നൊക്കെ പറയല്ലോ, ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഇന്ന് ഉണ്ടായേക്കാം. സോ വാട്ട് ആർ ദ 2 ingredients that can help the most in diabetes? നോക്കിയേ, ചിന്തിച്ചു നോക്കി. നിങ്ങളെ പ്രമേഹമാണെങ്കിൽ, നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ, അല്ലെ നിങ്ങളുടെ സുഹൃത്തിന് പ്രമേഹമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും പ്രമേഹം ഉണ്ടെങ്കിൽ, 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ പ്രമേഹത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ദ 2 ingredients that can help the most, ഏറ്റവും കൂടുതൽ സഹായം പ്രമേഹത്തിന് വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളാണ് ചെയ്യുക. ആർക്കെങ്കിലും അറിയാവോ എന്തായിരിക്കും? എനിബഡി ഹു ക്യാൻ ടെൽ മീ അറ്റ്ലീസ്റ്റ് 1, 2 ഇല്ലെങ്കിൽ 1. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രോട്ടീൻ ആൻഡ് എക്സർസൈസ് ആണ്. ഇത് 2ഉം കൃത്യനിഷ്ഠയോടെ നമ്മൾ നിറവേറ്റിയാൽ മാത്രമേ നമുക്ക് പ്രമേഹം അല്ലെ പ്രീ ഡയബറ്റിക്കിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഏതൊരു പ്രീ ഡയബറ്റിക്കും ഉള്ള ആളുണ്ടെങ്കിൽ അവര് ഈ 2 കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്തുകൊണ്ട്? അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. സോ ഫസ്റ്റ് ആദ്യം നമുക്ക് പ്രോട്ടീനെ പറ്റി എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പ്രോട്ടീൻ.
ഓക്കെ, ദ ഇമ്പാക്ട് ഓഫ് പ്രോട്ടീൻ വിത്ത് ഈറ്റിംഗ് പ്രോട്ടീൻ വിത്ത് കാർബ്സ്. അപ്പോ ഒന്ന് നോക്കിയേ, ഇവിടെ നമ്മളെ ബ്ലഡ് ഷുഗർ നമ്പർ ആണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കർസർ വെച്ചിട്ട് കാണിക്കാം. ഉണ്ടോ, നിങ്ങൾ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുന്നെങ്കിൽ യുവർ ബ്ലഡ് ഷുഗർ നമ്പർ വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്, ഷൂട്ട് അപ്പ് ചെയ്തിട്ട് ടക്കാന്ന് പോവും, എന്നിട്ട് പിന്നെ കുറെ സമയം കഴിയുമ്പോൾ താണ് 0 ആയിട്ട് വരികയും. പക്ഷേ പ്രോട്ടീൻ വിത്ത് കാർബ് ആണെങ്കിൽ അത് ബ്ലഡ് ഷുഗർ ലെവൽ വളരെ സ്ലോ ആയിട്ട് പോകും. അത് സ്ലോ ആയിട്ട് ബ്രേക്ക് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഇങ്ങനെ. സോ ദ മെയിൻ ഇമ്പോർട്ടന്റ് ഈസ് പ്രോട്ടീൻ സ്ലോസ് ഡൗൺ കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ ആൻഡ് റെഡ്യൂസസ് പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക്. അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളുടെ ശരീരത്തിൽ ഷുഗർ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വല്ലാതെ കുറയ്ക്കും പ്രോട്ടീൻ കഴിച്ചാൽ. അത് മാത്രമല്ല, പ്രോട്ടീൻ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ വളരെ സ്ലോ ആക്കും. ഇവിടെ അബ്സോർപ്ഷൻ കണ്ടോ, സർ എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് വലിച്ചങ്ങോട്ട് കയറ്റുന്നത്. അപ്പൊ അങ്ങനെ കയറുമ്പോൾ നിങ്ങളെ ഷുഗർ ലെവൽ വളരെയധികം കൂടും ബ്ലഡിൽ ഭക്ഷണം തന്നെ. അപ്പോ പ്രോട്ടീൻ സ്ലോസ് ഡൗൺ കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഗ്രാഫ് തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. വെറും കാർബോഹൈഡ്രേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് പ്രോട്ടീനും കൂടി അതിൻ്റെ അകത്ത് കറത്തി കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ്, കുറയ്ക്കാൻ തുടങ്ങും. റൈറ്റ്, ദാറ്റ് മീൻസ് ബെറ്റർ ഗ്ലൈസമിക് കൺട്രോൾ ത്രൂ ഔട്ട് ദ ഡേ. ഒരു പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൈസമിക് കൺട്രോൾ ഒരു ദിവസം മുഴുനീളെ നമ്മളെ സഹായിക്കും ആ ഗ്ലൈസമിക് കൺട്രോൾ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഷുഗർ ലെവൽ കൂടത്തില്ല, അത് നോർമലായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതാണ് പ്രോട്ടീന്റെ ഗുണം. അതേപോലെ തന്നെ പ്രോട്ടീൻ എൻഹാൻസസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി ഓക്കെ വളരെയധികം അത് നമ്മളെ സഹായിക്കും ഇഫ് യു ആർ ടേക്കിംഗ് പ്രോട്ടീൻ കണ്ടിന്യൂസ്ലി. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇൻസുലിൻ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻസുലിൻ പ്രതിരോധം. അപ്പൊ ഇൻസുലിൻ പ്രതിരോധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സെൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ പ്രോട്ടീൻ എൻഹാൻസസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. അപ്പൊ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതായത് ഇൻസുലിന്റെ ആക്ഷൻ പ്രോട്ടീൻ വളരെയധികം കൂട്ടും. അതാണ് ഹയർ പ്രോട്ടീൻ ഇൻടേക്ക് ഈസ് ലിങ്ക് വിത്ത് ബെറ്റർ ഇൻസുലിൻ ആക്ഷൻ. എത്ര അധികം പ്രോട്ടീൻ കഴിക്കുന്നോ ഇൻസുലിന്റെ ആക്ഷൻ അത്രയും നന്നാവും. അതേപോലെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ ലോവർ ചെയ്യും. അതുപോലെ തന്നെ HbA1c ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഇംപ്രൂവ് ചെയ്ത് കുറച്ച് പെർസെന്റേജ് കുറച്ചുകൊണ്ടിരും. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട പെർസെന്റേജ് അതെല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഫാസ്റ്റിംഗ്, PPBS ആൻഡ് HbA1c. അതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പ്രോട്ടീൻ കഴിക്കുന്ന മുറയ്ക്ക് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ യു അണ്ടർസ്റ്റാൻഡ് ദി വാല്യൂ ഓഫ് പ്രോട്ടീൻ. ബാക്കി നമ്മൾ പല ഗുളികകളും പലതരത്തിലെ കഷായങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരുപക്ഷെ ബ്ലഡിന്റെ അകത്തുള്ള ഷുഗർ ഒരുപക്ഷെ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം 300 ഷുഗർ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പല ഗുളികകളൊക്കെ കഴിച്ചു, പിന്നീട് നിങ്ങൾ പറയും സാർ നോർമലാണ്, ഇപ്പം പണ്ട് 300 ആയിരുന്നു, ഇപ്പൊ 140 ഇപ്പൊ നോർമലാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ 300 140 ആയല്ലോ, അപ്പൊ ഈ 160 എവിടെ പോയി? വേർ ഇറ്റ് ഈസ് ഗോൺ? എനി ഐഡിയ? എങ്ങോട്ടാ പോയിട്ടുണ്ടാവും? അത് നമ്മുടെ ശരീരത്തില് ബ്ലഡിന് വെളിയിലോട്ട് വന്നപ്പോ അത് ലിവർ അങ്ങോട്ട് വലിച്ചു, ലിവർ വലിച്ചങ്ങ് കൊണ്ടുവച്ചു, അത്രയേ ഉള്ളൂ. അപ്പൊ അതുണ്ടായി ഫാറ്റി ലിവർ ആവും. അപ്പൊ ഒരു ഭാഗത്ത് ഷുഗർ ഉള്ള ആൾക്ക് മറുവശത്ത് ഫാറ്റി ലിവർ ആവും. ഇതാണ് നടക്കുന്നത്. അപ്പോ ആക്ച്വലി നമ്മൾ നോർമൽ ആയിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഷുഗർ ഒന്നും വിട്ടൊന്നും പോയിട്ടില്ല. കാരണം അത് ബ്ലഡിൽ നിന്ന് വന്നിട്ട് ഇപ്പം വിളിച്ചുവല്ലോ, ലിവറിന്റെ അകത്തല്ലേ ഉള്ളത്. സോ വി നീഡ് ടു റിമൂവ് ദിസ്. അതായത് കിച്ചൺ നിർത്തിയിട്ട് ബെഡ്റൂം കൊണ്ടാച്ചു, അല്ലെ ബെഡ്റൂം കൊണ്ടാച്ചിട്ട് സിറ്റൗട്ട് കൊണ്ടാച്ചു, ഇത്രയേ ഉള്ളൂ. വീട്ടിന്റെ വെളിയിലൊന്നും ആരും കളഞ്ഞിട്ടില്ല, ആ വേസ്റ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. സോ പ്രോട്ടീൻ ഹെൽപ്സ് വിത്ത് വെയിറ്റ് മാനേജ്മെന്റ്. അടുത്ത പോയിന്റ് എന്താണ്? പ്രോട്ടീൻ നമ്മളെ ശരീരത്തിന്റെ തൂക്കം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. ഈ എക്സസ് വെയിറ്റ് ആണ് ഏറ്റവും അധികം കാരണം ഉണ്ടാക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ. അമിതവണ്ണം ടൈപ്പ് 2 ഡയബറ്റീസിന് ആക്കം കൂട്ടും. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പലതും. ഓക്കെ, സോ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? അപ്പോ പ്രോട്ടീൻ സപ്പോർട്ട്സ് ഗ്രേറ്റർ സെറ്റൈറ്റി, സംതൃപ്തി നൽകും. അതായത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതുപോലെ ഫീൽ ചെയ്യും പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ, വിശപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് നല്ല അളവിൽ കഴിക്കുമ്പോൾ, വേണ്ടത്ര അളവിലൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ വയറ് നിറഞ്ഞതുപോലെ ഫീൽ ചെയ്യും. ദാറ്റ്സ് ദ റീസൺ വി സേ കീപ്സ് യു ഫുൾ ലോങ്ങർ. കൂടുതൽ നേരം നിങ്ങൾക്ക് വിശപ്പില്ലാതെ കാത്തു സൂക്ഷിക്കും. അതേപോലെ തന്നെ ഓവറോൾ കലോറി ഇൻടേക്ക് അത് കുറയും പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ. ആൻഡ് പ്രിസർവേഷൻ ഓഫ് ലീൻ മസിൽ ഡ്യൂറിങ് വെയിറ്റ് ലോസ്. പല ആൾക്കാരും വെയിറ്റ് കാണും, അയ്യോ വെയിറ്റ് കൂടി, ഇനി വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോകും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? വെയിറ്റ് കുറയോ ഇല്ല വേറെ കാര്യം, അതിന്റെ കൂടെ ഉള്ളത് ബാക്കി ലീൻ ബോഡി മാസ് എല്ലാം കുറഞ്ഞു പോകും. കാരണം നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നില്ലല്ലോ. നമുക്കെന്തോ വേണ്ടത്? ലീൻ ബോഡി മാസ് നിലനിർത്തിക്കൊണ്ട് വേണം വെയിറ്റ് കുറയ്ക്കാൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫാറ്റ് കുറയ്ക്കണം. ഫാറ്റ് കുറച്ചിട്ട് മസിൽസ് കൂട്ടണം. അപ്പൊ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, പ്രോട്ടീൻ ബീങ് എ ഫുഡ് ഓഫ് മസിൽ, നിങ്ങളെ ലീൻ മസിൽ മാസ് കുറയാതെ വെയിറ്റ് കുറയും. മനസ്സിലാക്കിണ്ടാവും പറഞ്ഞത്.
അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പോകുന്ന ആൾക്കാർ അതുകൊണ്ടാണ് മസിലൊക്കെ പോയിട്ട് വികൃത രൂപമായി പോകുന്നത്. വെയിറ്റ് കുറയായിരിക്കും, പക്ഷെ ശരീരത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണഭൂതമാവും. അത് മാത്രമല്ല, നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ അത് നിങ്ങളെ വല്ലാതെ വലച്ചു കളയുകയും ചെയ്യും. സിൻസ് മസിൽ ബേൺസ് ഗ്ലൂക്കോസ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, അണ്ടർലൈൻ ദിസ്. സിൻസ് മസിൽ ബേൺസ് ഗ്ലൂക്കോസ്, a stronger muscle mass helps control blood sugar. നിങ്ങളുടെ മസിൽസ് ആണ് ഗ്ലൂക്കോസിനെ ബേൺ ചെയ്യുന്നത്. അങ്ങനെ മസിൽസ് ഗ്ലൂക്കോസിനെ ബേൺ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ്ങർ മസിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, സ്ട്രോങ്ങർ മസിൽ മാസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ അത് വളരെയധികം സഹായിക്കും. നിങ്ങൾ കണ്ടു കാണും, എന്റെ ഫിസിക്കൽ മീറ്റിനൊക്കെ ഞാൻ വരുമ്പോൾ ചില എക്സസൈസിങ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഇനിയിപ്പോ എനിക്കറിയാൻ പാടില്ല അവിടെ ഉള്ളവർ ഇവിടെ ഉണ്ടോന്ന്, ഇവിടെ ഉള്ളവർ അവരുണ്ടായിരുന്നു, അതും എനിക്കറിയാൻ പാടില്ല. കാരണം അവിടെ ഉള്ളവരൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഉള്ളവരൊന്നും അവിടെ ഇല്ലായിരുന്നു. അത് ഞാൻ ഇവിടെ ചില ആൾക്കാർക്കല്ല അറിയാതെ അല്ലേ? കാരണം പല ആൾക്കാർ സൂമിലുള്ളത് ഫിസിക്കലില്ല, ഫിസിക്കലുള്ളത് സൂമിലില്ല. പക്ഷെ എന്നാലും അവിടെ ഇവിടെയുള്ള ആളോട് ഞാൻ പറയാം, നമ്മൾ ചില എക്സസൈസ് കാണിച്ചു തന്നു. അതായത് 3 സെറ്റ് ഓഫ് 4 സെറ്റ് ഓഫ് എക്സസൈസ് 100 വീതം വെച്ച് ചെയ്യുക. അത് 100 വേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര ചെയ്യുക. അത്രയും ചെയ്യുമ്പോഴേക്കും നമ്മളെ ഷുഗർ ലെവൽ വല്ലാതെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ആയിട്ട് കുറഞ്ഞു പോകാറുണ്ട്. എന്തായാലും കാരണം മസിൽസിലേക്ക് നമ്മൾ ഈ ഗ്ലൂക്കോസിനെ കയറ്റി വിടുക. കാരണം ബിക്കോസ് മസിൽസിനെ എക്സസൈസ് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. ശരീരത്തിൽ എക്സസൈസ് കൊടുക്കുമ്പോൾ മസിൽസ് ബേൺ, അപ്പൊ മസിൽസ് ആണ് നമ്മളുടെ ഷുഗറിനെ ബേൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. സോ മസിൽസ് ആർ ബിഗ്ഗസ്റ്റ് ഷുഗർ ബേണിംഗ് എൻജിൻ ആൻഡ് പ്രോട്ടീൻ പ്രിസർവ്സ് മസിൽ മാസ്. അപ്പൊ പ്രോട്ടീൻ കൃത്യമായി കഴിച്ചാൽ മസിൽ മാസിനെ പ്രൊട്ടക്ട് ചെയ്യും. മസിൽ മാസ് നല്ലോണം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ രക്തത്തിലുള്ള പൻസാരയെ കത്തിച്ചു കളയാനുള്ള ഒരു എഞ്ചിനാണ്. ശരിക്ക് ഈ ഒരു ടെർമിനോളജി ശരിക്ക് കണ്ടസ്റ്റ് ആയിക്കോളൂ, പഠിച്ചോളൂ, അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ. വാട്ട് എവർ യു വാണ്ട് ടു ഡു യു കൻ. സോ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും, മസിൽസ് ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഷുഗർ ബേണിംഗ് എഞ്ചിൻ ഉണ്ടാവില്ല. അപ്പോൾ ഷുഗർ കുറയാനുള്ള സാധ്യത ഉണ്ടാവില്ല ഇഫ് യു ഡോണ്ട് ഹാവ് മസിൽ. ഇനി മസിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല, നമ്മൾ പ്രോട്ടീൻ തന്നെ കഴിക്കണം. ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ പലവട്ടം പറഞ്ഞ പോലെ ഈ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡൈറ്റ് പ്രമേഹത്തിന് വേണ്ടിയിട്ട് കെമിക്കൽ ഇല്ലാത്ത ഫൈറ്റോ കെമിക്കൽസ് മാത്രം ചേർത്ത് ഹെർബ്സ് കൊണ്ട് ഉണ്ടാക്കിയ പ്രോട്ടീൻ ഇറക്കിയതിന് ശേഷമാണ് പിന്നീട് പല സ്ഥലത്തും, നിങ്ങൾ പണ്ട് കാണുമായിരിക്കും, നമ്മുടെ വീട്ടിലൊക്കെ പ്രമേഹമുള്ളവർക്കൊന്നും പ്രോട്ടീൻ കഴിക്കാനൊന്നും ആരും കൊടുത്തിട്ടില്ല, കണ്ടിട്ടുണ്ടോ? ഡോക്ടർമാർ ഗുളിക എഴുതി കൊടുക്കും. ആ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത് കാണാമല്ലോ. പണ്ട് ഡാനിയിലായിരുന്നു ഒരു ചെറിയ ഗുളിക, അത് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പിന്നീടാണ് പല തരത്തിലുള്ള ഗുളികൾ വന്നത്. പക്ഷെ ആ സമയത്ത് പ്രോട്ടീൻ ഒന്നും ആരും കഴിച്ചിട്ട് അതിനെപ്പറ്റി ആർക്കും അറിയാനും കൂടി പാടില്ലായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ വന്നിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വന്നപ്പോഴേക്കും മാർക്കറ്റ് നിറച്ച് പ്രോട്ടീനായി. ഡി പ്രോട്ടീൻ, ഡയബറ്റിക് പ്രോട്ടീൻ, മറ്റേ പ്രോട്ടീൻ, എന്തിന്റെ മുമ്പിൽ ഡി ഉണ്ടോ അതൊക്കെ ഡയബറ്റിക് കൊടുക്കുന്നതായി മാറി. സോ നൗ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു ഗീവ് പ്രോട്ടീൻ. നമ്മൾ പറയുന്നത് വരെ ആരും ചെയ്തോന്ന് എനിക്ക് സംശയമാണ്. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ. സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പോയിന്റ്. പ്രോട്ടീൻ പ്രിസർവ്സ് മസിൽ മാസ് ആൻഡ് മസിൽസ് ആർ our biggest sugar burning engine. Okay, now muscle loss, some facts. ഓക്കെ, മസിൽ ലോസ് ആവുന്നതിന്റെ കുറച്ച് സത്യങ്ങൾ, വസ്തുതകൾ എല്ലാം നമുക്ക്, യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോ മസിൽ മാസ് കോസസ്, അതായത് നിങ്ങളുടെ ശരീരത്തിലെ മസിൽ മാസ് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുവർ ഗ്ലൂക്കോസ് അപ്ടേക്ക്. ഓക്കെ, ലോ മസിൽ മാസ് കോസസ് വാട്ട്? പുവർ ഗ്ലൂക്കോസ് അപ്ടേക്ക്. ഒന്ന് ശരീരത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് കുറയും. അപ്പൊ നിങ്ങൾ എനർജി ലെവൽ കുറയുന്നതാണ് എന്താ ആക്ച്വലി ഹയർ ബ്ലഡ് ഷുഗർ. അപ്പൊ എന്തുണ്ടായി? ഗ്ലൂക്കോസ് ശരിക്ക് ബേൺ ചെയ്തിട്ട് വരാനുള്ള ഒരു സാഹചര്യം. അപ്പൊ ഗ്ലൂക്കോസ് അവിടെ തന്നെ കിടക്കുക. അപ്പൊ എന്തായി? ബ്ലഡ് ഷുഗർ കൂടി, ഹയർ ബ്ലഡ് ഷുഗർ. മോർ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നേരത്തെ എന്താ പറഞ്ഞത്? ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആണല്ലോ. ഇവിടെ എന്താ വരുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രതിരോധമാണ്. അപ്പൊ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്. സോ ഡയബറ്റീസിനെ കൂടുതൽ വേഴ്സണിങ് ചെയ്യും, കൂടുതൽ ഭീകരമാക്കി അതിനെ മാറ്റും. സോ ഈവൻ വിത്ത് ഗുഡ് ഡയറ്റ്, നല്ല ഞാൻ സർ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് എന്നൊക്കെ പറയും. പക്ഷെ ഷുഗർ റിമൈൻസ് ഹൈ ബിക്കോസ് ദ മസിൽസ് ദാറ്റ് ബേൺ ഷുഗർ ആർ ഗോൺ. ഞാൻ സർ ഇപ്പം പഞ്ചസാര കഴിക്കുന്നില്ല സർ, ഇതൊക്കെയാണ് എന്നോട് പറയുന്ന ആൾക്കാരെ ഞാൻ പറയുന്നത്. ഞാൻ പഞ്ചസാര കഴിക്കുന്നില്ല സർ, ഞാനിപ്പോൾ ചില ഭക്ഷണങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് സർ, ഇതൊക്കെ പറയും. പക്ഷെ എന്നിട്ടും എന്റെ ഷുഗർ കുറയുന്നില്ല സർ. കാരണം നിങ്ങളുടെ ശരീരത്തിൽ മസിൽസ് ഇല്ലല്ലോ. യു ഡോണ്ട് ഹാവ് മസിൽ ബിക്കോസ് യു ഡോണ്ട് ടേക്ക് പ്രോട്ടീൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇവിടെ തന്നെ പല ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് തോന്നിയിട്ടുണ്ടോ, ഈശ്വര ഇത്രയും കാലം നമ്മൾ പ്രോട്ടീൻ എടുത്തിട്ടില്ലല്ലോ. ചില ആൾ പറഞ്ഞും കൊടുത്തിട്ടുണ്ടാവുന്നവർക്ക് പ്രോട്ടീൻ കഴിച്ചാൽ അത് പോവും, ഇത് പോവും, അത് കഴിഞ്ഞാൽ ഇത് പോവും, ആ പ്രശ്നമാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിത്തൗട്ട് പ്രോട്ടീൻ. അതുകൊണ്ടാണ് പലവട്ടവും പ്രോട്ടീൻ എടുക്കുന്ന സമയത്തോ അല്ലെ വേറെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പ്രോട്ടീൻ ഈസ് ലൈഫ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടീൻ ദ സർവൈവൽ റെഡ്യൂസസ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്, മസിൽ ലോസിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ. അഥവാ മസിൽ ലോസ് ആയാൽ എന്താ ഉണ്ടാവുക. ഇനി രണ്ടാമത്തിലേക്ക് പോവാം.
മസിൽ ലോസ് സ്റ്റാർട്ട്സ് അറ്റ് ഏജ് 30. 30 വയസ്സ് നിങ്ങൾക്ക് ആയോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മസിൽ പോകാൻ തുടങ്ങും. 1% വെച്ചിട്ടാണ് 30 വയസ്സിൽ പോകുക. ആ 30 വയസ്സിൽ പോയത് 60 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ട്രിപ്പിളായി മാറും, 3 ഇരട്ടിയാണ്. അപ്പൊ 1% പോകുന്നത് 3% പോകും. അപ്പോൾ ഈ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുടെ ശരീരത്തിൽ മസിലിന്റെ മാസ് വളരെ കുറഞ്ഞതാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നോക്കാനുണ്ടാവും. അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് ആ പ്രായത്തിൽ വരുന്ന ചില രോഗങ്ങൾ പിന്നെ കൈവിട്ട് പോകാത്തത്, നിങ്ങൾ പിടിവിട്ട് പോകാത്തതിന്റെ ഏറ്റവും വലിയ കാരണം അതാണ്. സോ മോർ ദാൻ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദമോ ഡയബറ്റീസോ അല്ല ഹൃദയരോഗമോ അതൊന്നുമല്ല. മസൽ ലോസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ഓൾ പീപ്പിൾ ബിക്കം ഡിപെൻഡന്റ്. പ്രായമുള്ള ആൾക്കാർ ഡിപെൻഡന്റ് ആയി പോകുന്നതിന്റെ കാരണം അവർക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ടതുകൊണ്ടല്ല, അവരുടെ ശരീരത്തിലെ മസിൽ കുറഞ്ഞു പോയത് കൊണ്ടാണ്, മസിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ആൻഡ് മസിൽ വിൽ ഓൺലി കം ഇഫ് യു ടേക്ക് പ്രോട്ടീൻ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഡയബറ്റീസ് ഹാവ് 2 to 3 times ഹയർ മസൽ ലോസ്. അത് വേറൊരു കാര്യം. സാധാരണ വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിച്ചു, 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 1% മസിൽ എല്ലാ വർഷവും പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ 30 വയസ്സുള്ള വ്യക്തി ഡയബറ്റിക്കും കൂടിയാണെങ്കിൽ അത് 60 വയസ്സുള്ള എഫക്റ്റ് അതിരിക്കുക, 3% അങ്ങ് പോകും. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? അപ്പൊ ഇതിങ്ങനെ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ 60 വയസ്സെത്തുമ്പോഴേക്കും 3 ഇരട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 6 പോകാൻ ഉണ്ടാവില്ല, കാരണം അത്രയും പോയിട്ടുണ്ടാവും ആ സമയം കൊണ്ട്. So you understand very clearly, right? So diabetics have 2 to 3 times higher muscle loss. അപ്പൊ വല്ലാതെ മസിൽ അങ്ങ് പോകാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ പ്രോട്ടീൻ കഴിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? യു ക്യാൻ വിഷ്വലൈസ്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടു കാണും, പല പ്രമേഹമുള്ള ആൾക്കാരെ സ്കിന്ന് കണ്ടാൽ സാഗ് ചെയ്ത് പോയിട്ടുണ്ടാവും. വിത്തൗട്ട് മസിൽ ദ സ്കിൻ സ്റ്റാർട്ട് ഡ്രൂപ്പിംഗ്. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സുള്ള ആളെ കണ്ടാൽ ഒരു 60 വയസ്സ് പോലേക്ക് തോന്നും, ഒരു ജീവനും ഉണ്ടാവില്ല. ബിക്കോസ് പ്രോട്ടീൻ ഇല്ലെങ്കിലും വെറും സ്കിന്നും മസിൽസ് അല്ലല്ലോ പോകുന്നത്, അപ്പുറത്ത് നെല്ല് പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. റൈറ്റ്? സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെസ്ട്രോയ്സ് മസിൽ. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മസിൽസിനെ തന്നെ ഇല്ലാതെയാക്കി കളയും. അതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം സുഹൃത്തുക്കളെ. എക്സസൈസ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ മാറ്റിയെടുക്കണം. ഹൈ ബ്ലഡ് ഷുഗർ ബ്രേക്സ് മസിൽ പ്രോട്ടീൻസ്. നിങ്ങളെ രക്തത്തിൽ ഷുഗർ വല്ലാതെ കൂടുതലുണ്ടെങ്കിൽ മസിൽസിന്റെ പ്രോട്ടീൻ ശരീരത്തിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് കളയും. ആൻഡ് ലോ ആക്ടിവിറ്റി സ്പീഡ്സ് അപ്പ് ലോസ്. അതോ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൽ ഒരു ആക്ടിവിറ്റി ഇല്ല, ഉണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ ലോസിന്റെ ആഘാതം വളരെ തീവ്രമായിരിക്കും. ആൻഡ് ദിസ് ഈസ് വൈ ഡയബറ്റിക് എൽഡേഴ്സ് ബിക്കം വീക്ക് മച്ച് ഫാസ്റ്റർ ദാൻ നോൺ ഡയബറ്റീസ്. അതുകൊണ്ടാണ് പ്രമേഹമുള്ള ഒരു വ്യക്തി പ്രമേഹമില്ലാത്ത വ്യക്തിയെക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വീക്ക് ആയി പോകുന്നത്. ഇതൊക്കെ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായില്ല എന്നുള്ളതാണ് സങ്കടം. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്. നമ്മൾ 10 വർഷമായിട്ട് ന്യൂട്രി ചാർജ് നമ്മളുടെ ഈ പ്രോഡക്റ്റ് വന്നതിന് ശേഷം, ഡയബറ്റിക്കിന്റെ പ്രോഡക്റ്റ് വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേരളം കേരളം കേരളം. പക്ഷെ നമ്മൾ ഇവിടെ എത്ര ആളെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മിഷൻ വളരെയധികം ശ്ലാഘനീയമാണ്. നമ്മൾ ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളത് വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളുടെ എല്ലാവരും. ഇത് നിങ്ങൾ മാത്രം കേട്ട് അല്ലെങ്കിൽ കേൾക്കാതിരിക്കുക. ഇപ്പൊ നേരത്തെ കണ്ടില്ല കുറെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മിഷനിലെ ഒരു ചൂട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശരിക്കും നമ്മൾ എത്തിക്കേണ്ടിടക്ക് എത്തിക്കണം. അല്ലാതെ സമയം കളയാനല്ലല്ലോ. വി നീഡ് ടു റിയലി കം ഔട്ട് വിത്ത് ദ റിസൾട്ട് വിച്ച് യു ആർ ലുക്കിംഗ് ഫോർ. അടുത്ത കുറച്ച് കാലം കഴിഞ്ഞാൽ ദൈവതുല്യനായി മാറും നിങ്ങളെല്ലാം. കാരണം നിങ്ങളൊക്കെ ഓർക്കും ആൾക്കാർ, ആ വ്യക്തി വന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെ കുടുംബം രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളെ ആൾക്കാർ രക്ഷപ്പെട്ടു. സോ അണ്ടർസ്റ്റാൻഡ് വെരി ഡീപ്ലി ആൻഡ് നൈസ്ലി മൈ ഡിയർ ഫ്രണ്ട്സ്. നാലാമത്തത്, 40% ഓഫ് സീനിയേഴ്സ് ഹു ലൂസ് മസിൽ ഓൾസോ ലൂസ് ദി എബിലിറ്റി ടു ച്യൂ പ്രോപ്പർലി. കുറച്ചു കാലം കഴിഞ്ഞാൽ ചവക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം മസിൽസ് കൊണ്ട് ചവക്കണമെങ്കിൽ വായിൽ എന്തെങ്കിലും കഴിക്കാനിട്ടിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, ചവക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാകുമ്പോൾ വീക്ക് ചൂയിങ് മസിൽസ് ബിക്കോസ് ഓഫ് ദാറ്റ്. കാരണം മസിൽസ് ഇല്ലല്ലോ, അപ്പോൾ ചൂയിങ് മസിൽസും വീക്ക് ആവും. സോ ലെസ് ഫുഡ്, അപ്പൊ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ചവക്കാൻ പറ്റുന്നില്ല, ചവക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേദന എടുക്കാൻ തുടങ്ങും ജോസിലൊക്കെ. ആൻഡ് ലെസ് ഫുഡ്, അപ്പോൾ then ലെസ് പ്രോട്ടീൻ ആൻഡ് മോർ മസിൽ ലോസ്. ഫിനിഷ്ഡ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അഞ്ചാമത്തെ പോയിന്റ്, മസിൽ ലോസ് മേക്സ് ഈവൻ സ്മോൾ ഇൽനെസ് ലൈഫ് ത്രെറ്റനിങ്. ലുക്ക് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ജീവന് ഭീഷണിയാവുന്ന അവസ്ഥയിലേക്ക് ചെറിയ രോഗങ്ങളെ മസിൽ ഇല്ലായ്മ എത്തിച്ചു വെക്കും. അത് മനസ്സിലാക്കിയാൽ മതി. ഒന്നും കൂടി പറയണോ? ഇത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടാവില്ലേ? മസിൽ ലോസ് മേക്സ് ഈവൻ സ്മോൾ ഇൽനെസ് ലൈഫ് ത്രെറ്റനിങ്. അപ്പൊ ചെറിയ അസുഖങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ, അത് മസിൽ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന മാരകമായിട്ടുള്ള രോഗമായി മാറാനുള്ള സാധ്യത ഉണ്ട്. ചെറിയ ഫീവർ മാരകമായി മാറും, വൈറൽ ഇൻഫെക്ഷൻ മാരകമായി, മൈനർ സർജറീസ്, അങ്ങനെ ഹോസ്പിറ്റൽ സ്റ്റേസ് എല്ലാം തന്നെ ഉള്ള കാരണം ഓൾ കോസ് മാസീവ് മസിൽ ഡ്രോപ്പ്. ഈ പറഞ്ഞിരിക്കുന്നത് ഫീവർ വന്നാൽ മസിൽ പോകും, വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ മസിൽ പോകും, മൈനർ സർജറീസ് നടക്കുമ്പോൾ മസിൽ പോകും, ഹോസ്പിറ്റലിൽ അനങ്ങാതെ കുറെ ദിവസം അഡ്മിറ്റ് ആയി കിടന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഒരു ആക്ഷനും ഇല്ല, ഒരു ആക്ടിവിറ്റിയും ഇല്ല, മസിൽ വിൽ ഗോ.
it will drop, which many never recover from. Very, very saddened part of presentation. ഒരു മസിൽ ഡ്രോപ്പ് ആയി അങ്ങ് പോയി കണ്ടെങ്കിൽ പല ആൾക്കാർക്കും അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങണം എന്റെ സുഹൃത്തെ. ഇന്ന് ഈ രാത്രി മുതൽ തന്നെ തുടങ്ങണം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് തന്നെ വീട്ടിൽ പ്രോട്ടീൻ എന്തായാലും ഉണ്ടാവല്ലേ, അല്ലേ? ഒന്നുമില്ല, ഡിസ്പ്ലേ വാൾ ഉണ്ടാവല്ലോ. എടുക്കുക, കലക്കുക, കുടിക്കുക. ഈ പ്രോഗ്രാം തീരുന്നതിന്റെ മുമ്പേ തന്നെ ഈ കാണുന്ന ആൾക്കാരൊക്കെ എന്ത് പ്രോട്ടീൻ കുടിച്ചിരിക്കണം. അങ്ങനെ ഇവിടുന്നെങ്കിലും തുടങ്ങട്ടെ. ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാളും മാരകമായി കാണാം. ആറാമത്തത്, മസൽ ലോസ് ഇൻക്രീസ് റിസ്ക് ഓഫ് ഡിമെൻഷ്യ. ഈശ്വര, മറവി രോഗം വളരെയധികം കൂട്ടും അഥവാ മസൽ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. സ്റ്റഡീസ് ഷോ, ഇത് പഠനങ്ങളെ പറഞ്ഞേക്കും, എന്താണ് ലോ മസൽ മാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, അഥവാ നിങ്ങളുടെ ശരീരത്തിലെ മസൽ മാസ് വളരെ കുറവാണെങ്കിൽ 28% ഡിമെൻഷ്യ വരാനുള്ള സാധ്യതയുണ്ട്. 2 ഇരട്ടി അൽസിമേഴ്സ് വരാൻ സാധ്യതയുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങളുടെ ശരീരത്തിലെ മസൽ മാസ് കുറവാണെങ്കിൽ ആ വ്യക്തിക്ക് 28% കൂടുതൽ ഡിമെൻഷ്യ, മറവി രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ 2 ഇരട്ടി അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗവും വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാം മറവി രോഗങ്ങളാണ്. കാരണം എന്താ? ഞാൻ എന്ത് പറയുന്നുണ്ടോ അതിന്റെ കാരണം ഞാൻ പറയുന്നുണ്ട്. ചുമ്മാതെ നിങ്ങളെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടീൻ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് പറയുന്നൊന്നല്ല. എന്തിനാണോ ഇത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാരണഭൂതം താഴത്തുണ്ട്. എന്താണ്? ബിക്കോസ് മസിൽ സപ്പോർട്ട് ബ്രെയിൻ ഹെൽത്ത്, സർക്കുലേഷൻ ആൻഡ് മെറ്റബോളിസം. കാരണം മസിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നീങ്ങത്തുള്ളൂ. നമ്മളെ കൈപോലും നീങ്ങുന്നത് എന്തിനാണ്? വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എ ലിവിംഗ് ബോഡി ഈസ് ബിക്കോസ് ഓഫ് മസിൽസ്. ഒരു ജീവനുള്ള ശരീരത്തിന്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിനെല്ലാം കാരണം മസിൽസ് ആണ്. നമ്മൾ ഈ മസിൽസ് എന്ന് പറയുന്നിടത്ത് ഇപ്പോഴും ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കാനോ വല്ലതും. നോ മാൻ, അബ്സല്യൂട്ട്ലി നോ. അറ്റ്ലീസ്റ്റ് നമ്മളെ ശരീരത്തിന് അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് സഹായിക്കാനുള്ള മസിൽസ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. 9 തരം പ്രോട്ടീൻ ന്യൂട്രി ചാർജ് ചുമ്മാതെ അല്ല ഇറക്കിയിരിക്കുന്നത്. 9 തരം പ്രോട്ടീൻ. 10ാമത്തെ ഒരു പ്രോട്ടീൻ ഫാറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രി ചാർജ് SNF റൂപത്തിൽ അതിൽ പ്രോട്ടീൻ ചേർത്ത് കൊണ്ടുവന്നു. എന്നിട്ടും നമുക്ക് മസിൽ ഇല്ല, മസിൽ മാസ് ഇല്ല, നമ്മളെല്ലാം പ്രമേയ രോഗികൾ. വാട്ട് എ പിറ്റി, absolute pity, isn't it? Okay, next, 7th, sudden weight loss and shrinking appearance. പെട്ടെന്ന് തന്നെ ചുരുങ്ങുന്ന പോലെ, ശരീരം മൊത്തം ചുരുങ്ങിയ പോലെ ഇട്ടു. ഒരു 6 അടി ഉള്ള ആള് പെട്ടെന്ന് പോകുന്നത് 5 അടി, ഇങ്ങനെ വെയിറ്റും പോയി ഒരുമാതിരി ഇങ്ങനെ കുനിഞ്ഞ പോലെ തരും. ദിസ് ഈസ് നോട്ട് നോർമൽ ഏജിങ്, ഇറ്റ് ഈസ് മസൽ ഡിസിപ്പിയറിംഗ് സൈലന്റ്ലി. ഇത് നോർമൽ ഏജിങ് അല്ല സുഹൃത്തുക്കളെ. എന്തുവാ പിന്നെ? മസൽ പതിയെ പതിയെ സൈലന്റ് ആയിട്ട് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുക, കാണാതായിക്കൊണ്ടിരിക്കുക, വാനിഷിങ്, ഡും ഡും ഡും. ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പ്രായം വല്ലാതെ കൂടുന്ന കാണിക്കാം, ചുളിവുകൾ വല്ലാതെ വരുന്നത് കാണിക്കാം, സ്കിന്നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് കാണിക്കാം, മുടി വല്ലാതെ പൊയ്ഞ്ഞു പോകുന്നത് കാണിക്കാം, നഖം പൊട്ടുന്നത് കാണിക്കാം, എല്ല് തേഞ്ഞു പോകുന്നത് കാണാം. എന്തൊക്കെയുണ്ട്? ദീസ് ആർ ഓൾ ഫാക്ട്സ്. മസൽ ലോസ് ഉണ്ടായാൽ ഉണ്ടാകുന്ന സത്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. റൈറ്റ്? 8ാമത്തെ പോയിന്റ്, സൈലന്റ് മാൽ ന്യൂട്രീഷൻ ഈവൻ വെൻ ഫുഡ് ഈസ് ഇനഫ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, പോഷകാഹാരക്കുറവ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കുണ്ടത്. ബഹുഭൂരിപക്ഷം ആൾക്കാർ. കാരണം എന്താ? ഇപ്പോഴും പോഷകങ്ങൾ കഴിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ പോഷകാഹാരക്കുറവുണ്ട്. കാരണം എന്താ? വേണ്ടത്ര കഴിക്കുന്നില്ല. എഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻ ഈസ് നോട്ട് ബീൻ ടേക്കൺ. യഥാർത്ഥം എത്ര വേണോ അത്ര കഴിക്കാറില്ലല്ലോ. പ്രോട്ടീൻ എത്ര വേണം? 60 ഗ്രാം വേണം. വേണ്ടയോ? എത്ര ആൾ കഴിക്കുന്നുണ്ട് 60 ഗ്രാം? പോട്ടെ, 30 ഗ്രാം എത്ര ആൾ കഴിക്കുന്നുണ്ട്? ഇത് തന്നെ ഒരു വലിയ ഉദാഹരണമല്ലേ സുഹൃത്ത്? ഇസ്ന്റ് ഇറ്റ്? അപ്പോഴേക്കും നമ്മൾ അതിനെ ചില വ്യാഖ്യാനം പറയാൻ തുടങ്ങും. 60 ഗ്രാം, അയ്യോ, അപ്പോൾ എത്ര ഡാഷ് ഡാഷ് ഡാഷ്. പക്ഷെ അതില്ലാത്ത കൊണ്ട് ഈ മാരക രോഗങ്ങൾ വന്ന് ആസ്പത്രിയിൽ കിടക്കുമ്പോൾ ആ ഡാഷ് 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 എത്ര ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് കുടുംബത്തോടെ സന്തോഷത്തോടെ പിന്നെയും ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഉപയോഗിക്കാതെ അവിടെ കൊണ്ടുകൊടുത്താലോ? കുടുംബത്തിന് സന്തോഷമില്ല, നിങ്ങൾക്കും ഇല്ല, ഒന്നുമില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്രോട്ടീൻ അബ്സോർപ്ഷൻ ഡ്രോപ്സ്. മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ, പോഷക ന്യൂനത ഉണ്ടെങ്കിൽ പ്രോട്ടീനിന്റെ അബ്സോർപ്ഷൻ കുറയും. പ്രോട്ടീനിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞാൽ മസിൽ ബ്രേക്ക് ഡൗൺ വല്ലാതെ കൂടും. ഞാൻ നിങ്ങൾക്ക് പ്രോട്ടീനെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്ന അനുസരിച്ചിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്താൽ മാത്രമേ അവിടെ മസിൽസ് ഉണ്ടാവൂ, ആരോഗ്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? പ്രോട്ടീൻ അബ്സോർപ്ഷൻ ഹാസ് ഡ്രോപ്ഡ്. ദാറ്റ് മീൻസ് പ്രോട്ടീൻ ഇൻടേക്ക് ഹാസ് ഡ്രോപ്ഡ്, ബട്ട് മസിൽ ബ്രേക്ക് ഡൗൺ ഹാസ് ആക്സിലറേറ്റഡ്. മസിൽ ബ്രേക്ക് ഡൗൺ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ബ്ലഡ് ഷുഗർ സ്റ്റേസ് അൺകൺട്രോൾഡ്.
നിങ്ങളുടെ രക്തത്തിലുള്ള ഷുഗർ ഉണ്ടല്ലോ അത് അൺകൺട്രോൾ ആയിരിക്കും. സോ ദേ സ്ലോലി വേസ്റ്റ് അവേ ഡിസ്പൈറ്റ് ഈറ്റിംഗ് പ്രോപ്പർലി. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്ന എല്ലാം പറയും. പക്ഷെ പ്രോട്ടീനിന്റെ കുറവ് കൊണ്ട് ഇത് പതിയെ പതിയെ വേസ്റ്റ് ആയിക്കൊണ്ട് പോവാണ്. നമ്മൾ എല്ലാം ശരിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്ന് മാത്രം ശരിയായി ചെയ്തില്ല. അതായത് ശരീരത്തിൽ പ്രോട്ടീൻ ശരിക്കും കൊടുക്കേണ്ടതായിരുന്നു, പ്രോട്ടീൻ എടുത്തില്ല. അതുകൊണ്ട് നിങ്ങളെ മസിൽ സ്ലോലി സ്റ്റാർട്ടഡ് വേസ്റ്റിംഗ്. As simple as that. So my dear friends, understand this very, very clearly. Protein preserves muscle mass. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിത് ഇന്ന് ഈ പ്രോഗ്രാം തീരുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. Protein preserves muscle mass. High protein is equal to more raw material to rebuild muscle. കൂടുതൽ പ്രോട്ടീൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മസിൽ റീബിൽഡ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ വളരെ കൂടുതൽ ഉണ്ടെന്ന് അർത്ഥം. ലോ പ്രോട്ടീൻ ആണെങ്കിൽ ബോഡി ഈറ്റ്സ് ഇറ്റ്സ് ഓൺ മസിൽ. പ്രോട്ടീൻ കുറവാണെങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ മസിൽസിനെ കവർന്ന് തിന്നാൻ തുടങ്ങും. പതിയെ മസിൽ ഇല്ലാത്തൊരു വ്യക്തിയായി മാറും. എന്നാൽ പെരുപ്പിച്ച് കാണിക്കുന്നത് പോട്ടെ, എണീച്ച് നടക്കാൻ മേല, ചമക്കാൻ മേല, ചിരിക്കാൻ മേല, സംസാരിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ചുരുങ്ങി അങ്ങ് പോകും. Now, more muscle is equal to better sugar control. കൂടുതൽ മസിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ കൺട്രോൾ ചെയ്യും. എന്തുകൊണ്ടാ? മസിൽസിന് തന്നെ എന്താ പറഞ്ഞത്? ഷുഗർ ബേണിംഗ് മെഷീൻ അല്ലെ? അപ്പോ നല്ല മസിൽ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ കൂടുതൽ ഉണ്ടാവും. ബിക്കോസ് പ്രോട്ടീൻ ഹെൽപ്സ് ബൈ ഇംപ്രൂവിംഗ് മസിൽ മാസ്. അപ്പൊ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മസിൽ മാസ് കൂടും. മസിൽ മാസ് കൂടുമ്പോൾ ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യും, ബിക്കോസ് ഇറ്റ് വിൽ ബേൺ ദ ഷുഗർ. ഇൻസുലിൻ റെസിസ്റ്റൻസ് റെഡ്യൂസ് ആവും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും. അങ്ങനെയാവുമ്പോൾ HbA1c 3 മാസം ഇടവിട്ടിട്ടുള്ള ആവറേജ് ഷുഗർ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡ്രിപ്പിംഗ്. 6.7 ആണെങ്കിൽ 6.5, 6, then 5.5 അങ്ങനെ കുറഞ്ഞു വരും. And diabetics with adequate protein loss muscles much slower. They will lose the muscles much slower than any other person. അപ്പൊ ശരിയായിട്ട് ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ, ഒരു പ്രമേഹ രോഗി ശരിയായ അളവിൽ പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് മസിൽസ് കളഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ മസിൽസ് നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് മസിൽസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെടുത്തില്ല. മനസ്സമാധാനത്തോടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, പ്രോട്ടീൻ സ്റ്റിമുലേറ്റ്സ് മസിൽ പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, മസിൽ പ്രോട്ടീൻ സിന്തസിസ്. വാട്ട് ഈസ് മസിൽ പ്രോട്ടീൻ സിന്തസിസ്? ദ പ്രോസസ് ദാറ്റ് ബിൽഡ്സ് ന്യൂ മസിൽ. ഓക്കെ, നമ്മളെ ശരീരത്തില് പേശികൾ, സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാല് പേശികൾ വളരുന്നതിന്, ഓക്കെ, ബലപ്പെടുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്ന പ്രക്രിയ. അതായത് നിങ്ങളുടെ ശരീരത്തിലെ മസിൽസ് പോവുകയാണ്, അതിനെ റീബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കുന്നത് അതിനെ ഒന്നും ക്രോഡീകരിച്ച് ശേഖരിച്ച് വീണ്ടും അതിനെ റീബിൽഡ് ചെയ്യാൻ, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മസിൽ പ്രോട്ടീൻ സിന്തസിസ് ആവശ്യമാണ്. ആ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടത് പ്രോട്ടീൻ ആണ് താൻ. അപ്പൊ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഈ പ്രോസസ് ഉണ്ടാവില്ല. സോ ആഫ്റ്റർ ഏജ് 40 ദിസ് പ്രോസസ് ബിക്കംസ് വീക്കർ. അതാദ്യം മനസ്സിലാക്കട്ടെ, ഇവർ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസിൽ പ്രോട്ടീൻ സിന്തസിസിന്റെ ഈ പ്രോസസ് ഉണ്ടല്ലോ, പ്രോസസ് ഓഫ് ബിൽഡിംഗ് ന്യൂ മസിൽ, ആ പ്രോസസ് ബിക്കം വീക്കർ, കുറച്ച് വീക്ക് ആവും. അതുകൊണ്ട് എന്ത് വേണം? ബാക്കി ആൾക്കാർ കഴിക്കുന്ന പ്രോട്ടീനേക്കാളും അല്പം അധികം പ്രോട്ടീൻ അവർ കഴിക്കേണ്ടി വരും. സോ ഓൾഡർ അഡൽട്സ് നീഡ് മോർ പ്രോട്ടീൻ ടു ആക്ടിവേറ്റ് ദ സെയിം മസിൽ ഗ്രോത്ത് റെസ്പോൺസ്. 40 വയസ്സിന്റെ താഴെ ഉള്ളവർ അവരുടെ മസിൽ ഗ്രോത്ത് റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പ്രോട്ടീനാണോ കഴിച്ചിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ 40 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർ കഴിക്കേണ്ടി വരും അവരുടെ മസിൽ ഗ്രോത്ത് റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ. വളരെ സിമ്പിൾ, ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? ഓക്കെ, ഇനി അടുത്തത്, പ്രോട്ടീൻ റെഡ്യൂസസ് ഹങ്കർ ആൻഡ് ക്രേവിംഗ്. ഓക്കെ, അതായത് വിശപ്പും, അതായത് ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പിന്, ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ചില കഴിക്കുന്ന സാധനങ്ങളോടുള്ള ഒരു കൊതി. റൈറ്റ്? ഇത് പ്രോട്ടീൻ കഴിച്ചാൽ ഇത് രണ്ടും ഇല്ലാതെയാവും. ക്രേവിങ്സും കുറയും, ഹങ്കറും കുറയും. അപ്പൊ സ്റ്റഡി ബ്ലഡ് ഷുഗർ ആൻഡ് ലോങ്ങർ സറ്റൈറ്റി സിഗ്നൽസ്. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ കഴിക്കുന്നുമില്ല, കൂടുതൽ ഈ ഭക്ഷണം കഴിക്കണം എന്നൊരു തോന്നലുമില്ല, ഒരു ഫുൾഫിൽ ആയ ഒരു വയറൊക്കെ നിറഞ്ഞ ഒരു സംതൃപ്തി നമുക്കുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റഡി ആയിരിക്കും. കാരണം നിങ്ങളൊന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് സ്പൈക്ക് ആവാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പൊ ഷുഗർ ലെവൽ വിൽ ബി നോർമൽ. അതുപോലെ തന്നെ ലോങ്ങർ സെറ്റാറ്റി സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കും, നമുക്ക് കൂടുതൽ സംതൃപ്തിയുടെ സിഗ്നൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാവുമ്പോൾ ഇറ്റ് വിൽ റെഡ്യൂസ് സ്നാക്കിംഗ് ഓൺ കാർബ്സ് ആൻഡ് സ്വീറ്റ്സ്. സ്വീറ്റ് കഴിക്കാനുള്ള, കാർബോഹൈഡ്രേറ്റ് കഴിക്കാനുള്ള, സ്നാക്സ് കഴിക്കാനുള്ള ഒരു ത്രാണി, ഒരു തോന്നൽ ഇല്ലാതെയാക്കും.
അങ്ങനെയാകുമ്പോൾ ഇറ്റ് വിൽ റെഡ്യൂസ് ദ എനർജി ഡിപ്പ്. കാരണം സ്റ്റഡി ബ്ലഡ് ഷുഗർ ആണ്, ലോങ്ങർ സെറ്റൈറ്റി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ശരീരത്തിൽ വേണ്ട പോലെ പ്രോട്ടീൻ ഉണ്ട്, ഹങ്കർ ഇല്ല, ക്രേവിങ്സ് ഇല്ല, അതുകൊണ്ട് എനർജി ഡിപ്പ് ആവത്തില്ല. ഇറ്റ് വിൽ റെഡ്യൂസ് ദ എനർജി ഡിപ്പ്. ഇറ്റ് വിൽ ഓൾസോ റെഡ്യൂസ് ഇമോഷണൽ ഈറ്റിംഗ്. വാട്ട് എ ഫാന്റാസ്റ്റിക് വേർഡ് ഇറ്റ് ഈസ്. ഇമോഷണൽ ഈറ്റിംഗ്. വാട്ട് ഈസ് ഇമോഷണൽ ഈറ്റിംഗ്? വൈകാരികാവസ്ഥകൾ, റൈറ്റ്? അത് അങ്ങനെയാണ് ഞാൻ പറയാ. ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്, വൈകാരികമായിട്ടുള്ള ഭക്ഷണം. അതായത് നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ, വളരെ സങ്കടപ്പെടുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാൻ തോന്നും, ചിലർ വളരെ സന്തോഷം തോന്നുമ്പോൾ കഴിക്കാൻ തോന്നും, ചില ആൾക്ക് ഉറക്കം വരുന്നില്ല കഴിക്കാൻ തോന്നും. അപ്പൊ ഭക്ഷണത്തിനോടുള്ള, അതായത് ഈ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് വിശപ്പുള്ളത് കൊണ്ടല്ല, ഇമോഷണൽ ആയിട്ട് ചിന്തിച്ചിട്ടുള്ളത് തോന്നല. അത് എന്തോ ഇമോഷൻ കൊണ്ട് കഴിക്കുന്നതാണ്, വൈകാരികമായിട്ട്. ഇത് ശാരീരികമായിട്ടുള്ള വിശപ്പല്ല, മനസ്സിലെ അസ്വസ്ഥതകളെയോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളെയോ മാറ്റിയെടുക്കാനുള്ള ഒരു താത്കാലിക മാർഗമാണ്. അതിനുവേണ്ടി ആളുകൾ ആ സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ പല പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, ഇമോഷണൽ ഈറ്റിംഗ്. അപ്പൊ ഇമോഷണൽ ഈറ്റിംഗ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? യു വിൽ ഈറ്റ് മോർ, കൂടുതൽ കഴിക്കും. അപ്പൊ കൂടുതൽ കഴിക്കുമ്പോൾ ഇറ്റ് വിൽ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ, ആൻഡ് ദാറ്റ് ഇൻഡയറക്ട്ലി സപ്പോർട്ട്സ് ഗ്ലൂക്കോസ് കൺട്രോൾ ആൻഡ് വെയിറ്റ് ഗോൾസ്. വാട്ട് ഇൻഡയറക്ട്ലി സപ്പോർട്ട്സ് ഗ്ലൂക്കോസ് കൺട്രോൾ ആൻഡ് വെയിറ്റ് ഗോൾസ്? പ്രോട്ടീൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ക്ലിയർ? പ്രോട്ടീൻ കഴിക്കുന്നു, ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റഡിയായി നിൽക്കുന്നു, ലോങ്ങർ സംതൃപ്തി, കൂടുതൽ നേരം സംതൃപ്തി നൽകുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞതൊക്കെ കുറയ്ക്കുന്നു. അത് ഇൻഡയറക്ട്ലി നിങ്ങളെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നു, വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വാട്ട് എന്താ പറയുക, മാത്തമാറ്റിക്സ് അല്ലെ? എന്തൊരു നല്ല ഒരു ഫോർമുലയാണത്, റൈറ്റ്? നൗ ഇതാണല്ലോ കാണുന്നത്. പ്രോട്ടീൻ ഹെൽപ്സ് വിത്ത് റെഡ്യൂസിങ് ഫാറ്റ് അറൌണ്ട് ഓർഗൻസ്. ഇപ്പൊ നോക്കിയേ, ഇത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്കാനിങ് മെഷീന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു സാധനമാണ് വിസറൽ ഫാറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ മുമ്പേ നമുക്ക് ഈ ഫാറ്റുകളെ ഒന്ന് പഠിക്കാം. ഓക്കെ, ഏറ്റവും വെളിയിലുള്ളത് സ്കിന്നാണ് നമ്മളുടെ. യെസ് ഓർ നോ? ഓക്കെ, ആ സ്കിന്നും പിന്നെ ഈ ചുവന്ന ബാർ പോലത്തെ സാധനം കാണുന്നുണ്ട്, ഇതാണ് അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ അബ്ഡോമൻ മസിൽസ്. അപ്പൊ അബ്ഡോമൻ, വയറിന്റെ മസിൽസും അതിന്റെ വെളിയിലുള്ളത് ഈ ചർമ്മവും തൊലിയും അല്ലെ, സ്കിൻ. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ആദ്യം ആണ് ഈ പറയുന്ന കൊഴുപ്പ് വന്നടിയ. അതിനെ പറയാ സബ് ക്യൂട്ടാനിയസ് ഫാറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സബ് ക്യൂട്ടാനിയസ് ഫാറ്റ്. സബ് ക്യൂട്ടാനിയസ് എന്ന് പറഞ്ഞാൽ ചർമ്മത്തിന്റെ അടിയിലുള്ളത് എന്നർത്ഥം, അണ്ടർ ദ സ്കിൻ. അതാണ് സബ് ക്യൂട്ടാനിയസ് ഫാറ്റ്. അതങ്ങ് നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്ഥലം ഇല്ലെങ്കിൽ അവൻ എവിടത്തേക്ക് പോകും? അയ്യോ, ഇവിടെ സ്ഥലമില്ല, ഇനി എന്റെ ഫ്രണ്ടിന്റെയോ അല്ലെങ്കിൽ എന്റെ ഏട്ടന്റെയോ അല്ലെങ്കിൽ എന്റെ അനിയത്തിന്റെയോ എല്ലാം വയറ്റിലേക്ക് ഒന്ന് പോയിക്കൊന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവൻ അകത്തോട്ടേക്ക് കയറും. അപ്പോഴെവിടെയാ പോവാ? വിസറയിലേക്ക് പോകും. വിസറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വയറ്റിന്റെ അബ്ഡോമന്റെ അകത്തുള്ള ഓർഗൻസിലേക്ക് പിടിക്കും. അപ്പൊ ഇവിടെ വന്നിട്ട് ഇത് അടിയാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ അടിയാൻ തുടങ്ങുമ്പോൾ ഈ ഓർഗൻസിന്റെ മുകളിലൊക്കെ കൊഴുപ്പങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ലിവർ ഉണ്ട് അല്ലെ, ലിവർ അവിടെ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ നമ്മളെ ആമാശയുണ്ട്, കുടലുകളുണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലോ അവിടെ. അതെല്ലാത്തിന്റെ മുകളിൽ ചുറ്റി അങ്ങ് പിടിക്കും, പാൻക്രിയാസ് അങ്ങനെയല്ല. അപ്പൊ ഇതങ്ങ് പിടിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും. കാരണം ഇത്രയും വലിയ ഫാറ്റ് വന്ന് അവിടെ അടിഞ്ഞു നിന്നാൽ അതിന് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇപ്പൊ എന്നെ ഒരു 5 ആൾ വന്ന് ഇവിടെ പിടിച്ചു വെച്ചാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, ശ്വാസം പോലും എടുക്കാൻ പറ്റത്തില്ല. ഈ 5 ആളെ എന്നെ പിടിച്ചിങ്ങനെ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഫാറ്റ് വന്ന് ഡിപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഓർഗൻസിന് വിചാരിച്ച പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ്? വിസറൽ ഫാറ്റ് അറൌണ്ട് ദി ഓർഗൻസ് കൺട്രിബ്യൂട്ട്സ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഓർഗൻസിന്റെ ചുറ്റും വിസറൽ ഫാറ്റ് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രതിരോധം. അതിനർത്ഥം ഇൻസുലിൻ വിൽ നോട്ട് വർക്ക്. അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ഡയറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ഇറ്റ്. പ്രോട്ടീൻ സുലഭമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. സോ ഇറ്റ് വിൽ പ്രൊമോട്ട് ഫാറ്റ് ലോസ്. അത് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എന്ത് ചെയ്യും? ഫാറ്റ് ലോസ് ഇല്ലാതെയാക്കും, ലീൻ മസൽ മാസിനെ പ്രിസർവ് ചെയ്യും. അതേപോലെ മെറ്റാബോളിക് മാർക്കേഴ്സ്, മെറ്റാബോളിസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. റൈറ്റ്? ഇതൊന്ന് കണ്ടോളൂ എല്ലാവരും കണ്ടോളൂ, എന്നിട്ട് സ്വമേധയാ കൈ അടിച്ചോളൂ. രാജ്യത്തെ കുടവയറന്മാരിൽ 1-ാം സ്ഥാനം കേരളത്തിന്. ഈശ്വര, എന്തൊക്കെയാണ് 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് നമുക്ക്. ഓക്കെ, നോക്കിയേ, സംസ്ഥാനത്ത് 58.2% ആൾക്കാർക്ക് കുടവയറാണ്. സന്തോഷകരമായിട്ടുള്ള കാര്യമല്ലേ കേട്ടോ? ജസ്റ്റ് ഇമാജിൻ, വി ആർ ഇൻ എ വെരി ബാഡ് ഷേപ്പ്, വെരി ബാഡ് ഷേപ്പ്. ജസ്റ്റ് ഇമാജിൻ. ഇത് 12 വർഷത്തെ റിസർച്ചിന്റെ റിസൾട്ട് ആണ് കേട്ടോ സുഹൃത്ത്. 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയല്ല. ആരാ ചെയ്തെന്നറിയോ? ഇന്ത്യൻ ഡയബറ്റിക് അസോസിയേഷൻ ആൻഡ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഇവർ രണ്ടുപേരും കൈ കോർത്തിട്ട് രാജ്യത്തെ 1-ാം നമ്പർ പ്രമേഹ രാജ്യമായിട്ടുള്ള, പ്രമേഹ സ്റ്റേറ്റ് ആയിട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ആയിട്ടുള്ള കേരളത്തിൽ പഠനം നടത്തി 12 വർഷം. അവിടുന്ന് കിട്ടിയ റിസൾട്ടാണ്
52.2% ആൾക്കാർ 100-ൽ ഇത്ര. അപ്പൊ 10-ൽ 6 പേർക്ക് കുടവയറാം. 10-ൽ 6 പേർക്ക് കുടവയറാം. ജസ്റ്റ് സീ വാട്ട് എ ട്രാജഡി. മലയാളികൾ ചില്ലറക്കാരൊന്നും അല്ല എന്ന് മനസ്സിലായിക്കോളൂ കേട്ടോ. വിടമാട്ടെ. ഓക്കെ. ഈ കുടവയർ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ കണ്ണാടി വേണ്ടി മുന്നിൽ പോയിട്ട് അരക്കെട്ടിന്റെ ചുറ്റുമുള്ള വസ്ത്രം ഒന്ന് മാറ്റിയിട്ട് ആ പൊക്കിൽ കുഴിയിൽ കൂടെ കറക്റ്റായിട്ട് ഒരു ഇഞ്ച് ടേപ്പ് വെച്ചിട്ട് നിങ്ങളുടെ എന്താണ് പറയാ, ഈ അരക്കെട്ടിന്റെ ചുറ്റളവ് അല്ലെ അരക്കെട്ട് വിസ്താരം ഒന്ന് അളന്നു നോക്കണം. ഓക്കെ. അഭികാമ്യമായിട്ടും ആരോഗ്യപരമായിട്ടുള്ളത് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ 32 മുതൽ 33 ഇഞ്ചാണ്. അതുപോലെ സ്ത്രീകൾക്ക് 26 മുതൽ 27 ഇഞ്ചാണ്. ഓക്കെ. ഇനി കുടവയർ എന്ന് പറയുമ്പോൾ അത് ഏത് ലെവലിലാണെന്നറിയാം നിങ്ങൾക്ക്? 35 ഇഞ്ച്, 35 ഇഞ്ചസ് ഓർ എബവ് ഫോർ മെയിൽസ്. പുരുഷന്മാർക്ക് 35 ഇഞ്ചോ അല്ലെങ്കിൽ അതിന്റെ കൂടുതലുമാണെങ്കിൽ അവർ പൊണ്ണത്തടിയവർ, കുടൻവയറന്മാർ എന്നൊക്കെ അവർക്ക് പേര് കിട്ടും. സ്ത്രീകൾക്ക് 31 ഇഞ്ചിന്റെ അല്ലെങ്കിൽ അതിന്റെ കൂടുതലാണെങ്കിൽ അവർക്കും മനോഹരമായിട്ടുള്ള പട്ടം കിട്ടും. സോ ദിസ് ഇസ് വാട്ട് ഈസ് ദാറ്റ്. ഇനി ഏറ്റവും വലിയ രസവെള്ളം കേൾക്കണോ? മാരീഡ് കപ്പിൾസ്, കല്യാണം കഴിഞ്ഞിരിക്കുന്ന ദമ്പതികളിൽ അതും കേരളം തന്നെ നമ്പർ 1. 51.3 പേർക്കാണ് അമിതവണ്ണമുള്ളവർ. ഇനി എന്തെങ്കിലും അധികം കേൾക്കണോ? അല്ലെങ്കിൽ ഇതോടെ തന്നെ ഏകദേശം വയർ നിറഞ്ഞോ? ജസ്റ്റ് ഇമാജിൻ. ഇനി ഈ കുടവയർ എന്ന് പറയുന്നത് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ കാരണമായിട്ട് എന്താ പറഞ്ഞത്? ഇതൊരു മാരക രോഗമായിട്ടാണ് ലോകാരോഗ്യ സംഘടന ഇതിനെ കാണുന്നത്. ഹലോ, എല്ലാവരും കേട്ടോളൂ കേട്ടോ. ലോക ആരോഗ്യ സംഘടന WHO, അല്ലെ ഞാനോ ന്യൂട്രിചാർജോ RCM അല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക ആരോഗ്യ ശൃംഖലയിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, കുടവയർ എന്ന് പറയുന്നത് അല്ലെ അമിതവണ്ണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാരക രോഗങ്ങളിൽ ഒന്നാണെന്നാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഇതിന്റെ കാരണം എന്താണെന്നറിയാവോ? ഈ കുടവയറും അല്ലെങ്കിൽ അമിതവണ്ണത്തിന്റെയും കാരണം അത് അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ നമ്പർ 1. എഴുതിക്കൊള്ളൂ എല്ലാവരും. നമ്പർ 2, എത്ര പറഞ്ഞാലും നമ്മൾ ചെയ്യാത്തത്, വ്യായാമക്കുറവ്. റൈറ്റ്. ഞാൻ പലവട്ടം പറഞ്ഞില്ലേ, ഒരു 24 മണിക്കൂറിൽ അരമണിക്കൂർ നിങ്ങൾ നിങ്ങളെ ശരീരത്തിന് വേണ്ടി കൊടുത്താൽ 23.5 മണിക്കൂർ ശരീരം നിങ്ങളെ നോക്കും. നമ്മൾ അരമണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് കൊടുക്കാറില്ല. എന്നിട്ട് 24 മണിക്കൂർ നീ എന്നെ നോക്കണം നമ്മൾ ശരീരത്തോട് പറയുകയും ചെയ്യും. എന്തൊരു എന്താണ് പറയുക, വേടയിൽ കിട്ടുന്നു. ജസ്റ്റ് ഇമാജിൻ. സോ വ്യായാമക്കുറവ്, പിന്നെ ദീർഘനേരം ഇരുന്നുള്ള ജോലി. അത് പിന്നെ RCMൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഒന്നും ഇല്ല, ഇരിക്കുന്നത് വളരെ കുറവല്ലേ ഉള്ളൂ. അപ്പോ ദിസ് ഈസ് ദ പ്രോബ്ലം. യു അണ്ടർസ്റ്റാൻഡ് വെരി കെയർഫുൾ വാട്ട് വേർ വി ആർ. ഇനി അടുത്തേക്ക് പോകാം. പ്രോട്ടീൻ പ്രിസർവ്സ് മസൽ മാസ്. അഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഞാനിത് പ്രോഗ്രാം തീരുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാലെങ്കിലും അത് ചുവട്ടിൽ ഇങ്ങനെ കയറി മണിയടിക്കുന്ന പോലെ അടിയാണ്. ഞാൻ ഈ പ്രോഗ്രാം നിർത്തി കഴിഞ്ഞാലും നിങ്ങൾ പറയണം പ്രോട്ടീൻ പ്രിസർവ്സ് മസൽ മാസ്. നിങ്ങളെ കുട്ടികൾ, അച്ഛ അമ്മ വാ ഉറങ്ങാൻ വരൂ, സമയമായല്ലോ. അതല്ല മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, പ്രോട്ടീൻ പ്രിസർവ്സ് മസൽ മാസ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ, മന്ത്രം ഉച്ചരിക്കുന്നത് പോലെ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇത് മറന്നാൽ നമുക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. എനിവേ, ഡയബറ്റീസ് above the age of 40 must consume, നോയിക്കോളൂ, 1 to 1.2 gram per kg per day or more. നിങ്ങളുടെ ശരീരത്തിന്റെ തൂക്കം എത്രയാണോ അതിന്റെ 1 അല്ലെങ്കിൽ 1.2 ഗ്രാം വെച്ച് കണക്ക്. അപ്പൊ 60 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 60 ഗ്രാമോ അല്ലെങ്കിൽ 1.2 into 6 നോക്കുക. ഓക്കെ. അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രോട്ടീന്റെ സമയത്ത് പ്രോട്ടീന്റെ ഒരു ബേസിക് ലെവൽ RDA എന്ന് പറയുന്നത് ഈ പറയുന്നതാണെങ്കിൽ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 ഗ്രാം അല്ല, ഹയസ്റ്റ് 210 ഗ്രാം വരെ നിങ്ങൾക്ക് പോകാൻ. ജസ്റ്റ് ടു മെയിൻറ്റെയിൻ നിങ്ങളുടെ ശരീരത്തിലെ മസിൽസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ 210 ഗ്രാം വരെ കഴിക്കുന്നത് WHO പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഹാംഫുൾ. കാരണം അത് അപ്പർ ടോളറബിൾ ലിമിറ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് മിനിമം ലെവലാണ്. ഇതുപോലും കഴിക്കുന്നില്ലല്ലോ, പിന്നെ എവിടെയാണ് ആരോഗ്യം? ഓക്കെ, റൈറ്റ്. നൗ സമ്മറി എന്താണ്? ഹൗ പ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ഡയബറ്റീസ്. ഇത് പോയിന്റ് ബൈ പോയിന്റ് എഴുതി വെച്ചോളൂ. കാരണം നാളെ ചോദിക്കും, പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകുന്നു പറയുന്നത്. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് പ്രോട്ടീൻ കഴിച്ചാൽ ഡയബറ്റിക് പോകുന്നു പറയുന്നത്? ഡയബറ്റിക് പോകില്ലാന്ന് എന്നൊക്കെ പറഞ്ഞാൽ അവന്മാരുടെ ചെവിയിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള സാധനം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഹൗ പ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ഡയബറ്റീസ്. സ്ലോസ് ഷുഗർ റൈസ് ആഫ്റ്റർ മീൽസ്. നമ്പർ 1 പോയിന്റ് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ അതിപ്രസർ ശരീരത്തിലോട്ട് കയറുന്നത് പതിയെ ആക്കും. ഇറ്റ് സ്ലോസ് ദ ഷുഗർ റൈസ് ആഫ്റ്റർ മീൽ. ഷുഗറിന്റെ ആ സ്പൈക്ക് ഉണ്ടല്ലോ, അത് വല്ലാതെ സ്ലോ ഡൗൺ ചെയ്യും, പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രം. നമ്പർ 2,
കീപ്സ് യു ഫുൾ, സോ reduces the ഓവർ ഈറ്റിംഗ്. നമുക്ക് സംതൃപ്തി നൽകുമോ, വയറ് നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം അമിതമായിട്ട് കഴിക്കാൻ തോന്നത്തില്ല. ഇംപ്രൂവ്സ് ഇൻസുലിൻ ആക്ഷൻ, അതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. ഇപ്പൊ നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാം വെബിനാർ, ഈ പ്രമേഹം കൂടുന്നതും എന്റെ കാരണം മെയിൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന്. അപ്പൊ പിന്നെ ഇത് കഴിച്ചോളൂ, ന്യൂട്രിചാറ്റിലെ പ്രോട്ടീൻ കഴിച്ചോളൂ, അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ മെന്റൽ പ്രോട്ടീൻ കഴിച്ചോളൂ. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഇൻസുലിൻ ആക്ഷൻ. ഹെൽപ്സ് വിത്ത് വെയിറ്റ് ലോസ് പ്ലസ് ഫാറ്റ് ലോസ്. നോക്കിയേ, വെയിറ്റ് ലോസ് പ്ലസ് ഫാറ്റ് ലോസ് ആണ്, മസിലല്ല പോകുന്നത്. സോ മസിൽ റിമൈൻസ് ദെയർ, പക്ഷെ നിങ്ങൾ വെയിറ്റ് കുറയുന്നു ബിക്കോസ് ദ ഫാറ്റ് ഈസ് ഗോൺ. വാട്ട് എ പോയിന്റ് ഹിയർ. ദെൻ പ്രിസർവ്സ് മസിൽസ്, ദ ബിഗ്ഗസ്റ്റ് ഗ്ലൂക്കോസ് ബേണിംഗ് എഞ്ചിൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം ഗ്ലൂക്കോസിനെ ബേൺ ചെയ്യുന്ന മിഷൻ ആണ് മസിൽസ്. ആ മസിൽസിനെ അത് പ്രിസർവ് ചെയ്യുന്നുണ്ടെന്നതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് പ്രോട്ടീൻ ഡു ഫോർ യു ഡയബറ്റീസ്. ഡയബറ്റിക് അല്ലാത്തവർക്ക് എന്താ പ്രോട്ടീൻ വേണ്ട? ഇല്ല സാറേ, അയ്യോ എന്തായാലും വേണം. പ്രോട്ടീൻ ഇല്ലെങ്കിൽ ലൈഫ് ഇല്ലല്ലോ. നിങ്ങൾക്ക് മസിലൊന്നും വേണ്ടേ? വെറും ഡയബറ്റിക്കിന് മാത്രമേ പ്രോട്ടീൻ വേണ്ടൂ? അല്ല, യു ഓൾസോ നീഡ്. ഇല്ല, നാളെ നിങ്ങൾ ഈ കണ്ടീഷനിലേക്ക് വരും. രണ്ടാമത്തിലേക്ക് അതിന് വരുന്നത് പ്രോട്ടീൻ ഏത് കേട്ടുള്ളൂ. രണ്ടാമത്തത് എക്സർസൈസ്. ഓക്കെ, നോക്കിക്കോളൂ. പ്രോട്ടീൻ വർക്ക്സ് ബെസ്റ്റ് ഓൺലി വെൻ എക്സർസൈസ് ഇസ് പാർട്ട് ഓഫ് ദ റുട്ടീൻ. ഒരു സുഹൃത്ത് എന്നെ 2 കൊല്ലം മുന്നേ വിളിച്ചാൽ, സാർ ഞാൻ പ്രോട്ടീൻ കഴിക്കുന്നുള്ളപ്പോൾ നിർത്തി. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്? അല്ല, സാറിന്റെ ക്ലാസ്സിൽ കേട്ടു പ്രോട്ടീൻ കഴിച്ച് എക്സസൈസ് ചെയ്യണമെന്ന്. എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല സാർ, അതുകൊണ്ട് പ്രോട്ടീൻ നിർത്തി. എന്താ പറയുക മനുഷ്യൻ? ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. സോ പ്രോട്ടീൻ വർക്ക്സ് ബെസ്റ്റ് ഓൺലി വെൻ എക്സസൈസ് എ പാർട്ട് ഓഫ് ദ റുട്ടീൻ. അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ഈസ് എ മസ്റ്റ്. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ കഴിച്ചാൽ ശരീരത്തിന് തോന്നും ഇത് മസിൽസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ അത് ശരീരത്തിന് തോന്നും എനർജിക്ക് വേണ്ടിയാണ് കഴിച്ചത്. അതുകൊണ്ട് ഫാറ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് പല ആളും പറഞ്ഞത് പ്രോട്ടീൻ കഴിച്ചിട്ട് ഞാൻ തടിച്ചു, അതുകൊണ്ട് ഞാൻ നിർത്തി. എന്നാ പിന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഹലോ, റൈറ്റ്? നെക്സ്റ്റ്, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രോട്ടീൻ ബിൽഡ്സ് മസിൽസ്, എക്സസൈസ് ആക്ടിവേറ്റ്സ് മസിൽസ്. രണ്ടും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ്? പ്രോട്ടീൻ മസിൽസ് ഉണ്ടാക്കുന്നു, എക്സസൈസ് ആ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആക്ടിവേറ്റ് ചെയ്യാത്ത മസിൽസിന്റെ വല്ല കാര്യമുണ്ടോ? ജീവനില്ലാത്തൊരു സാധനം അവിടെ കിടപ്പുണ്ടെങ്കിൽ വല്ല കാര്യം അതിനെ കൊണ്ട് ഒരു കാര്യം. അപ്പോ ഈ ലെഫ്റ്റ് സൈഡിലുള്ള നോക്കിയ പ്രോട്ടീൻ അലോൺ, വെറും പ്രോട്ടീൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, എക്സസൈസ് ഒന്നുമില്ല. സോ റോ മെറ്റീരിയൽ ലൈങ് അൺയൂസ്ഡ്. റോ മെറ്റീരിയൽ അവിടെ കിടക്കുന്നുണ്ടെന്ന്, പക്ഷെ ആരും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് യൂസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ മസിൽസ് വന്നേനെ. പ്രോട്ടീൻ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് യൂസിങ് ഇറ്റ്. സോ റോ മെറ്റീരിയൽ ഈസ് ലൈങ് അൺയൂസ്ഡ്. ഇനി അപ്പുറത്തോ ഓൺലി എക്സസൈസ്, പ്രോട്ടീനെ കഴിക്കുന്നില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? വർക്കേഴ്സ് ആർ അവൈലബിൾ ബട്ട് നോ റോ മെറ്റീരിയൽ. പണിക്കാർ ഇഷ്ടം പോലെ അവിടെ കിടപ്പുണ്ട്, അവിടെ ഉണ്ട്, പക്ഷെ റോ മെറ്റീരിയൽ ഇല്ല. അതുകൊണ്ട് അവിടെയും ജോലിയില്ല, ഇവിടെയും ജോലിയില്ല, രണ്ട് സ്ഥലത്തും ജോലിയില്ല. അതാണ് ഉണ്ടായത്. ഒരു ഭാഗത്ത് റോ മെറ്റീരിയൽ ഉണ്ട്, പണിക്കാറില്ല. ഒരു ഭാഗത്ത് പണിക്കാറുണ്ട്, റോ മെറ്റീരിയൽ ഇല്ല. സോ വാട്ട് ഈസ് നീഡഡ്? പ്രോട്ടീൻ പ്ലസ് എക്സസൈസ് ഈസ് നീഡഡ്. റോ മെറ്റീരിയൽ വേണം, വർക്കേഴ്സും വേണം. അങ്ങനെയാകുമ്പോൾ മസിൽസ് ബിൽഡിംഗ് പ്ലസ് ആക്ടിവേഷൻ. മസിൽ ബിൽഡിംഗ് ചെയ്യും, അത് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നല്ല അടിപൊളി ശരീരത്തിന്റെ ആള് ആവുന്ന മാത്രമല്ല, അട്രാക്റ്റീവ് ബോഡി ആവുന്നത് മാത്രമല്ല, നിങ്ങളെ ശരീരത്തിലെ പല രോഗങ്ങളും, പ്രത്യേകിച്ച് പ്രമേഹം പോലത്തത്, വരാതെ അങ്ങോട്ട് പോകും. റൈറ്റ്? നൗ എക്സസൈസ് ഓപ്പൺസ് ദ മസിൽസ് ടു ലെറ്റ് ഷുഗർ എൻറ്റർ. അതിനാണ് മെറ്റ്ഫോമിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സെൽസിനെയും ഓപ്പൺ ചെയ്തിട്ട് അയ്യോ എന്താണ് പറയാ, ഷുഗർ പ്ലീസ് കം, ഷുഗർ പ്ലീസ് കം, ഷുഗർ പ്ലീസ് കം. എവിടെ ഷുഗർ വരുന്നു? ഒരു എക്സസൈസും ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക. മെറ്റ്ഫോമിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം മെറ്റ്ഫോമിൻ 500 കഴിക്കും, പിന്നെ മെറ്റ്ഫോമിൻ 1000 കഴിക്കും, പിന്നെ മെറ്റ്ഫോമിൻ 1500 കഴിക്കും. ആദ്യം 1 നേരമായിരുന്നു സർ, ഇപ്പോൾ 2 നേരമായി, ഇപ്പോൾ ഞാൻ 3 നേരം കഴിക്കുന്നുണ്ട്. ചില സമയത്ത് എന്ത് ചെയ്യും, 500 ഇപ്പുറത്ത് റേഞ്ച്, അപ്പുറത്ത് മെറ്റ്ഫോമിൻ പ്ലസ് ഗ്ലുഗ്ലോ ഗ്ലിഗ്ലോ ഗ്ലിഗ്ലോ, ജി കൊണ്ട് തുടങ്ങുന്ന കുറെ മരുന്ന് എത്തിയത്. നമ്മൾ വളരെ ഹാപ്പി. നോർമലാ സർ, ഇപ്പൊ നോർമൽ. പക്ഷേ തന്നാളും നോർമൽ അല്ല, കഴിച്ച നിങ്ങളും നോർമൽ അല്ല. അതാണ് ചോദ്യം. As simple as that. So exercise will only open the muscles to let sugar enter. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് 4 സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്താൽ ഷുഗർ കുറയുമെന്ന് പറഞ്ഞതിന്റെ സയൻസ് ആണ് സുഹൃത്തെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദ മസിൽസ് ഓപ്പൺ വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഇൻസുലിൻ. കാരണം ഇൻസുലിന്റെ ഹെൽപ്പ് എടുത്തിട്ടില്ല. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് ടകാന്ന് പറഞ്ഞ് വന്നിട്ട് ഇതങ്ങ് പോകും. ദെൻ ഷുഗർ എൻറ്റേഴ്സ് ദ മസിൽസ് ഡയറക്ട്ലി. നേരെ ഷുഗർ മസിൽസിലേക്ക് പോകുന്നു. ആൻഡ് ബ്ലഡ് ഷുഗർ നാച്ചുറലി വിൽ ഡ്രോപ്പ്. കാരണം ഷുഗർ അവിടെ നല്ല മസിൽസിലേക്ക് വന്നു. HbA1c will reduce. അങ്ങനെ എല്ലാം കുറയും. സയൻസ് മനസ്സിലായോ? ആക്ഷൻ മനസ്സിലായോ? മോഡ് ഓഫ് ആക്ഷൻ മനസ്സിലായോ? Now protein plus exercise helps the muscles burn sugar for energy even after you stop exercise. പ്രോട്ടീന്റെ കൂടെ എക്സസൈസ് ചെയ്താൽ മസിൽസ് ഷുഗറിനെ ബേൺ ചെയ്യാൻ, എനർജി തരാൻ
സഹായിക്കുന്ന പോലെ തന്നെ അഥവാ നിങ്ങൾ എക്സസൈസ് എന്നാൽ നിർത്തിയാലും, കാരണം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞ് 100 പ്രാവശ്യം ചെയ്യാൻ, 100 പ്രാവശ്യം ചെയ്ത് നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും ഷുഗർ കൂടുന്നില്ല. നിങ്ങളെ ഷുഗർ താഴോട്ട് തന്നെ അത് ബേൺ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നല്ല എനർജി തരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്തു നോക്കണം. എത്ര ആൾ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഏകദേശം കേരളത്തില് എനിക്കൊന്ന് ഈ തൃശ്ശൂരിന്റെ ഇപ്പുറത്താണ് പറയാത്തുള്ളത്. ബാക്കി ആ എറണാകുളം ആ സൈഡ് മൊത്തം അങ്ങ് താഴെ വരെ കഴിഞ്ഞ മാസം പോയി പറഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർ ചെയ്തിട്ടില്ല, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. കേട്ടത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യം വരില്ല സുഹൃത്ത്, കേട്ടിട്ട് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ സയൻസ് ബിഹൈൻഡ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചില ക്ലാസ്സുകളിൽ 20 മിനിറ്റ് കൊണ്ട് 25 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ഷുഗർ ലെവൽ കുറച്ചു തരാം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന്. ചില എന്നോട് സ്നേഹവും കുറെ കാര്യങ്ങളായിട്ട് പരിചയമുള്ളതുകൊണ്ട് ചില സാർ നല്ല വിശ്വാസം, സാർ പറഞ്ഞാൽ വിശ്വസിക്കാന്ന്. ഏതോ നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇല്ല സാർ 15-20 മിനിറ്റ് കൊണ്ട് കുറയുന്നു വിശ്വസിക്കുന്നില്ല. ഞാൻ എന്തൊരു ദ്രോഹ, ഇത്രയും കാലം നിങ്ങളുടെ കൂടെ വന്നിട്ട് 15 കൊല്ലം നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല എന്നല്ലേ പറയുന്നത്. സോ ദാറ്റ് ക്യാൻ ബി ഡൺ ബിക്കോസ് ഓഫ് ദിസ്. ഈ സ്ലൈഡാണ് അതിന്റെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്. പ്രോട്ടീൻ പ്ലസ് എക്സസൈസ് പ്രിവെന്റ്സ് മസിൽസ് ബ്രേക്ക് ഡൗൺ ഇൻ ഡയബറ്റീസ്. ഡയബറ്റീസ് ആകുമ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ ആവും, അതില്ലാതെയാക്കും. അങ്ങനെ മസിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ലെങ്കിൽ മസിൽ നല്ല ഇൻടാക്ട് ആയിരിക്കും. അതുകൊണ്ട് വീഴാനുള്ള സാധ്യത കുറയും. പല ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വീഴില്ലേ. സോ റെഡ്യൂസസ് ദ ഫാൾ റിസ്ക് ആൻഡ് എൻഹാൻസസ് ബ്ലഡ് സർക്കുലേഷൻ. മസിൽസ് ഒക്കെ ഉണ്ട്, നല്ല എനർജി ഉണ്ട്, സർന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ ആണല്ലോ. ബ്ലഡിൽ പ്രോട്ടീൻ അല്ലേ, അപ്പൊ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. കാരണം മസിൽസ് അതുപോലെ ധമനികളിലുള്ള ആ ഒഴുക്കൽ നല്ല ഷാർപ്പ് ആണെങ്കിൽ പ്രോട്ടീൻ തന്നെ വേണ്ടേ, റൈറ്റ്? സോ പ്രോട്ടീൻ പ്ലസ് എക്സസൈസ് റെഡ്യൂസസ് വിസറൽ ഫാറ്റ്. നോക്കിക്കോളൂ. സോ ദ ബിഗ്ഗസ്റ്റ് ട്രിഗർ ഫോർ ഡയബറ്റീസ്. എത്രയധികം വിസറൽ ഫാറ്റ് ഉണ്ടോ അത്രയധികം ഡയബറ്റീസ് ആവാനുള്ള സാധ്യതയുണ്ട്. 100% ഗ്യാരണ്ടി. അതുകൊണ്ട് വിസറൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് മാത്രമല്ല ആവുക, നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരും, കൈകോർത്ത് വരും. ഇതെല്ലാം നമ്മളെ സ്കാനിങ് മെഷീന്റെ മുകളിൽ കയറി നിന്നാൽ എത്ര അച്ചടക്കത്തോടെ എല്ലാം പറഞ്ഞു തന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഷോപ്പിൽ നിന്ന് തന്നെ ഈ പറയുന്ന പ്രോട്ടീനും PVMF എടുത്ത് പോയി കഴിഞ്ഞ് എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ നമ്മളെ ഓർത്തുകൊണ്ട് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, അതിനു വേണ്ടിയിട്ട് ഏതെല്ലോ ഹോസ്പിറ്റലിൽ പോയി കിടന്നു കുറെ ഇഞ്ചക്ഷൻ, ആദ്യം കുറെ മരുന്ന് കഴിക്കും, പിന്നെ കുറെ ഇഞ്ചക്ഷൻ കഴിക്കും, പിന്നെ എന്തൊക്കെയോ കഴിക്കും, പിന്നെ എന്തൊക്കെയോ ആവും. സോ ഡയബറ്റിക്സ് ആർ 2 to 4 times more likely to have heart disease. ചിന്തിച്ചു നോക്കിക്കോളൂ കേട്ടോ. പ്രമേഹമുള്ള ആൾക്കാർക്ക് സാധാരണ ആൾക്കാരെക്കാളും 2-4 times കൂടുതൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഹാർട്ട് മസിൽസ് ഉണ്ടാവില്ല. കാരണം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതും ഹാർട്ട് പ്രവർത്തിക്കുന്നതൊക്കെ മസിൽസ് ഉള്ളതുകൊണ്ടാണ്, കാർഡിയാക് മസിൽസ്. ആ കാർഡിയക് മസിൽസേ ഇല്ല. ആൻഡ് ഇറ്റ് ഓൾസോ റെഡ്യൂസസ് LDL ലെവൽ. ചീത്ത കൊളസ്ട്രോളുകളെ കുറയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രോട്ടീനും എക്സസൈസും തന്നെ ആവശ്യമാണ്. നോക്കി, എല്ലാം ലിങ്ക്ഡ് ആണ് എന്റെ സുഹൃത്തുക്കളിൽ. ബട്ട് വി നെവർ എവർ ഹാവ് ഡൺ ഇറ്റ്. കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ ഐ ആം ടെല്ലിങ് യു ദർ ആർ അംടീം നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത് കേട്ടു അങ്ങോട്ട് പോയി. ഇന്നോ നാളെ ഓർമ്മ ഉണ്ടാവും, പിന്നെ പഴയതുപോലെ കടലിൽ കൊണ്ടുപോയിട്ട് കലക്കിയതുപോലെ തന്നെ പോകും, പിന്നെയും പഴയതുപോലെ തന്നെ. സോ പ്ലീസ് മേക്ക് ഷുവർ. ഇനിയും ഞാൻ വരുന്നേരത്ത് ഇങ്ങനത്തെ കുറെ ഞാൻ വീണ്ടും കൊണ്ടുവരും. അങ്ങനെയെങ്കിലും ഒരു 10% മാറിയാൽ നമുക്ക് മിഷൻ ഡയബറ്റിക് ഫ്രീ കേരളയിൽ എപ്പോഴും പറയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മിഷന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് അനീമിയ മുക്തമാക്കാനും പറ്റി, ഡയബറ്റിക് മുക്താക്കാനും പറ്റിയിരുന്നു. എത്ര വലിയ പുണ്യകർമാണെന്നാണോ ഈ രണ്ടും കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കണം സുഹൃത്തെ, പ്ലീസ്. റൈറ്റ്? ഓക്കെ. പിന്നെ ഉറങ്ങുന്നത് 9 മണിക്ക് ഉറങ്ങുന്ന 3 മണി എന്നൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. കാരണം ഈ സമയത്താണ് ബോഡി റിപ്പയർ ചെയ്യുന്നത്. പ്രോപ്പർ റിപ്പയർ ചെയ്യുന്നത് 9 to 3 ആണ്. പക്ഷെ സാഹചര്യം അനുസരിച്ച് നമ്മൾ കുറച്ചങ്ങോട്ട് മാറ്റി, അപ്പൊ നമ്മുടെ ബോഡി അതുപോലെ അങ്ങ് ആവും. പക്ഷെ ചുരുങ്ങിയത് ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്റെ പ്രോഗ്രാം ഞാൻ 10:30 നിർത്തും. അതിന്റെ മുന്നേ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ നിർത്തും. ഇന്ന് ഞാൻ അത് നോക്കി ടൈം നോക്കിക്കൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കും. സോ ദാറ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് മാത്രമേ നിങ്ങൾ ഫ്രീ ആയിട്ട്, അതിനുശേഷം പോയി കിടന്നുറങ്ങിയോളാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ പ്രോഗ്രാം ആണെങ്കിൽ, എന്റെ അല്ല, ഏത് പ്രോഗ്രാം 8:45 പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ഡൺ ഇറ്റ് ഓർ യു ആർ ഡൂയിങ് ഇറ്റ്. അത്രയല്ലേ പറയാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക. അതേപോലെ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും 24 മണിക്കൂറിൽ വ്യായാമത്തിന് കൊടുക്കുന്ന പോലെ അടുത്ത അരമണിക്കൂർ കുടുംബങ്ങൾക്ക് കൊടുക്കണം. കുടുംബത്തിന്റെ കൂടെയോ സുഹൃത്തുക്കളുടെ കൂടെയോ ഒക്കെ സമയം ചെലവഴിക്കുക. അല്ലാതെ മൊബൈൽ ഫോൺ നോക്കി TV മുമ്പിൽ ഇരുന്നിട്ട് സമയം കളയരുത്. നിങ്ങൾ കുടുംബത്തിലെ 4 പേരല്ലേ ഇപ്പൊ ഉണ്ടാവാൻ, 4-5 പേരുണ്ടാവും കഷ്ടിച്ചിട്ട്. എല്ലാവരും ഒരു അരമണിക്കൂർ സംസാരിക്കുക.
അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാം സുഹൃത്തുക്കളെ ഒന്ന് കണ്ടുമുട്ടി സ്പെൻഡ് ടൈം ഇമോഷണൽ വെൽബീയിങ്, ട്രൈ ടു ബി ആസ് ഹാപ്പി ആസ് പോസിബിൾ. എത്ര ചിരിക്കാൻ പറ്റുമെന്ന് അത്രയും ചിരിക്കുക. ചിരിക്കാനുള്ള കഴിവ് തന്നിട്ട് പോലും നമ്മൾ ചിരിക്കുന്നില്ല. വളരെ സീരിയസ് ആയിട്ടാ ഇപ്പൊ പ്രോഗ്രാമിൽ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വന്നുകൊണ്ട് ഏതാ കണ്ടീഷൻ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ചില സമയത്തൊക്കെ ഫിസിക്കൽ മീറ്റിംഗിന് പോകുന്ന സമയത്ത് ചില ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടാ വിചാരിക്കും ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാനിവിടെ ബോംബിട്ട് പോകും, ഇന്ന് അവസാനത്തെ സമയമാണ്. അരെ നോട്ട് ബി ലൈക്ക് ദാറ്റ് യാർ. എത്ര ചിരിക്കാൻ പറ്റും, എത്ര സന്തോഷിക്കാൻ പറ്റും, സന്തോഷിക്കൂ, ചിരിക്കൂ. റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് ഈസ് എക്സസൈസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഈ കാഫ് എക്സസൈസ് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഡു ദാറ്റ്. ഇനി ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്റ്റെയർ കേസ് മാത്രം 100 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ മതി. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഡു. ആക്ച്വലി പ്രമേഹമുള്ളവർക്ക് ഞാൻ പറഞ്ഞതാണ് 1 മണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട്, ലഞ്ച് കഴിഞ്ഞ് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഡിന്നർ കഴിഞ്ഞിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സെറ്റ് ഓഫ് എക്സസൈസ് 100 വീതം വെച്ച് ചെയ്യുക. ഡെഫിനറ്റ്ലി ഐ ടെൽ യു ബോസ്, കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ലെവലൊക്കെ നോർമൽ ആവും. നിങ്ങൾക്ക് ഡോക്ടർ എന്ന് പറയാം, ഡോക്ടർ എന്റെ ഷുഗർ ലെവൽ ഇപ്പൊ ഇത്രയാണ്, സാറ് തന്ന മരുന്നൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? നിങ്ങളായിട്ട് കുറയ്ക്കേണ്ട, ഡോക്ടർ അത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും കുറച്ചു. റൈറ്റ്? ആൻഡ് യു കണ്ടിന്യൂ വിത്ത് ദി സപ്ലിമെന്റ്സ് വിച്ച് യു ആർ ടേക്കിംഗ്. ഓക്കെ. പിന്നെ കഴിക്കേണ്ട ഓർഡർ എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കേണ്ട ഓർഡർ ഇങ്ങനെയാണ് കേട്ടോ. പണ്ട് നമ്മൾ LKG പോകുന്നു, പ്രീ ക്ലാസ്, LKG 1, 2 അങ്ങനല്ല, അതല്ല എന്റെ ഓർഡർ. അതുപോലെ ഇവിടെ ഒരു ഓർഡർ ഉണ്ട്. എന്താണ്? ആദ്യം കഴിക്കേണ്ടത് സാലഡ്. ഇത് ഞാൻ ഡയബറ്റിക്കിന്റെ ആൾക്കാരോട് പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഇത് ചെയ്യുന്നത് ദോഷമായിരിക്കില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തത് ബൗൾ ഓഫ് കുക്ക്ഡ് ഗ്രീൻ വെജിറ്റബിൾ, വേവിച്ചിരിക്കുന്ന പച്ചക്കറി. സാലഡ് എന്ന് പറഞ്ഞാൽ വേവിക്കാത്ത പച്ചക്കറി, പിന്നെ വേവിച്ച പച്ചക്കറി. പിന്നെ മൂന്നാമത്തത് കുറച്ച് പരിപ്പ്, അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ 1-2 ചപ്പാത്തി ലാസ്റ്റില്. നമ്മൾ കേരളീയർ ആയതുകൊണ്ട് പ്രമേഹമാണെങ്കിൽ വൈറ്റ് റൈസ് എന്തായാലും പറ്റത്തില്ല കേട്ടോ. യു സ്റ്റോപ്പ് ടേക്കിംഗ് വൈറ്റ് റൈസ് ഇഫ് യു ഹാവ് ഗോട്ട് ഡയബറ്റിക് ഓർ പ്രീ ഡയബറ്റിക്. അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഒരു ബ്രൗൺ റൈസ് ഒക്കെ ആണെങ്കിൽ ഉച്ചക്കൽപ്പം കഴിച്ചോളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഷുഗർ വീണ്ടും സ്പൈക്കും അല്ലാതെ ബേൺ ചെയ്ത്, അത് നിങ്ങളിപ്പം ബ്രൗൺ റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ശരി റൈസ് കഴിക്കണം, അപ്പൊ ബ്രൗൺ റൈസ് കഴിച്ചു. എന്നാൽ കൃത്യം 1.25 മണിക്കൂർ ഞാൻ പറഞ്ഞ എക്സസൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കഴിച്ചുകൊണ്ട് കാര്യമുള്ളൂ. റൈറ്റ്? സോ വാട്ട് ആർ ദ സപ്ലിമെന്റ്സ് വിച്ച് യു നീഡ് ടു ടേക്ക്? ഓക്കെ. നമ്പർ 1 supplement is a clinically proven nutricharic lysoprolite. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ലോകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യചിഹ്നമാണ്. ഐ വുഡ് സേ നോ. കാരണം ഇത് ഞാൻ ലോഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, ഐ ലോഞ്ച്ഡ് ഇറ്റ് ആൾമോസ്റ്റ് 8 years ബാക്ക്. പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഇങ്ങനത്തെ എന്താ പറയുക, പ്രോട്ടീൻ മിക്സ് വിത്ത് കോഫി, സിനാമൺ, അതായത് കറുവപ്പട്ട, ദെൻ ഗാർഷീനിയ, കംബോജിയ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടംപുളിയൊക്കെ ചേർത്തിട്ട് പച്ച മരുന്നുകളാൽ സമൃദ്ധം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പൊടിയും അതുകൊണ്ട് തന്നെ സമൃദ്ധമായിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ റയർ ആണ്. എനിക്ക് തോന്നുന്നില്ല അവിടെ ഉണ്ടെന്ന്. വി ആർ ദ ഫസ്റ്റ്. അതും ക്ലിനിക്കലി പ്രൂവൺ ആണ്, വൈദ്യശാസ്ത്രമായി തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എത്ര ആൾ ഇത് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രമേഹം ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്? യു ജസ്റ്റ് ഇമാജിൻ. പല ആൾക്കാരും ഇത് പ്രൊമോട്ട് തന്നെ ശരിക്കും ചെയ്തിട്ടില്ല. ചില ആൾക്കാർ പറയുന്നത്, ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട്. ചില ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഈ പ്രോട്ടീൻ അധികം ഇത് കഴിക്കണ്ട, കാരണം ഇതിന് വില കൂടുതലാണ്, അതേക്കാളും വില കുറഞ്ഞ ബാക്കി എന്തെങ്കിലും കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാം. വാട്ട് എ റോങ് ഇൻഫർമേഷൻ യു ആർ ഗിവിംഗ് ബോസ്. അദ്ദേഹം ഒന്നും കഴിച്ചിട്ടേ കഴിക്കണ്ട, പക്ഷെ പ്രോട്ടീൻ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ മസിലില്ലാതെ പിന്നെ എവിടെ പോയാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. സോ ക്ലിനിക്കലി പ്രൂവൻ ഫോർ ബ്രിങ്ങിങ് പ്രീ ഡയബറ്റിക് പീപ്പിൾ ഇൻ ടു നോർമൽ റേഞ്ച് ഓഫ് ബ്ലഡ് ഷുഗർ. മഞ്ഞ വര കൊണ്ട് എഴുതി വെച്ചാൽ പ്രീ ഡയബറ്റിക് നിങ്ങളെങ്കിൽ ഇത് കഴിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ആവും. ഇറ്റ്സ് ക്ലിനിക്കലി പ്രൂവൻ. ഹെൽപ്സ് ഇൻ സ്ലോ റിലീസ് ഓഫ് ഷുഗർ ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതൽ ഷുഗർ റിലീസ് വളരെ സ്ലോ ആക്കും. ഹെൽപ്സ് ഇൻ പ്രിസർവിംഗ് മസിൽസ്. നിങ്ങൾ മസിൽസിനെ സംരക്ഷിച്ചു വെക്കും. അതാണല്ലോ നമ്മുടെ ഷുഗർ ബേണിംഗ് എഞ്ചിൻ. പിന്നെ ഇതിന്റെ അകത്ത് നോ ആഡഡ് ഷുഗർ, സീറോ കൊളസ്ട്രോൾ ആൻഡ് പവർ ഓഫ് സിനമൺ ആൻഡ് കോഫി. കറുവപ്പട്ടയുണ്ട്, കാപ്പിയുണ്ട്. കാപ്പി, ബ്ലാക്ക് കോഫി, ഇതിൽ പാല് ഒന്നും ചേർക്കരുത്, വെള്ളത്തിലോ അല്ല തേങ്ങാപ്പാലോ കലക്കാൻ പാടുള്ളൂ. എനിമൽ മിൽക്ക് ഷുഡ് നോട്ട് ബി ആഡഡ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അറിയുന്നില്ലെങ്കിൽ ഇത് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാം. വെരി വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? സോ പവർ ഓഫ് സിനമൺ, കറുവപ്പട്ടയുണ്ട് അതിന്റെ അകത്ത്. കോഫി, കോഫി എന്തുകൊണ്ടാണ് ചേർത്തതെന്ന് വെച്ചാൽ കോഫി ഈസ് എന്താ ഗ്ലൈസിമിക് റേഷ്യോ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. സോ ആന്റി ഡയബറ്റിക് ആണ് സാധനം. പക്ഷെ നമ്മള് അതിന്റെ അകത്ത് പാലും പഞ്ചസാരയും ചേർത്തിട്ട് അതിനെ വികൃതമാക്കി കളയും. ദാറ്റ് ഈസ് എ പ്രോബ്ലം. വി ഷുഡ് ടേക്ക് ഓൺലി ബ്ലാക്ക് കോഫി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എല്ലാവരും പറയാറുണ്ട്, അത് പല ആൾക്കാരും പറയുന്നുണ്ടോ, പല ആൾക്കാർ പറഞ്ഞിരുന്നുണ്ടാവില്ല. ബട്ട് ഐ വിൽ ബെറ്റ് യു, ഐ വിൽ ടെൽ യു ദാറ്റ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു 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 സമാധാനം കൊടുക്കാനുള്ള, ഫാറ്റി ലിവറിനെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു പ്രക്രിയയാണ് കട്ടൻ കാപ്പി 2 നേരം കുടിക്കുക എന്നുള്ളത്.
പഞ്ചസാരയും പാലും ഇല്ലാതെ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. കാരണം ആന്റി ഡയബറ്റിക്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ആന്റി കാർസിനോജനിക് കൂടിയാണ്. ക്യാൻസറസ് സെൽസിന്റെ ആക്ടിവേഷൻ ഒക്കെ ഇത് കുറയ്ക്കും ഇഫ് യു ടേക്ക് ബ്ലാക്ക് കോഫി. പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് പഞ്ചസാര ചേർക്കും. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന കോശങ്ങൾ പറയും, വരട്ടെ മോനെ വരട്ടെ, ഞാൻ എണീക്കട്ടെ. എണീപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഒരു പരുവത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നട്ടോട്ട് കൊടുക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ടേക്കൺ കെയർ ഓഫ്. സോ ടു ബി ടേക്കൻ എംപ്റ്റി സ്റ്റമക് അലോങ് വിത്ത് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ്. ഓക്കെ, അപ്പൊ ഇത് വെറും വയറ്റിലാണ്. രാവിലെ എണീറ്റ ഉടനെ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് വായിലിടുക. ഇഫ് യുവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇസ് വെരി ഹൈ, അപ്പൊ നമ്മൾ ആ ടാബ്ലറ്റ് തന്നെ വായിലിടണം. അതൊക്കെ അലിച്ച് നടക്കാൻ പോകുന്ന സമയത്ത് വായിലിട്ട് അലിച്ച് നടക്കുക. അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നടന്നെല്ലാം വന്നു കഴിഞ്ഞാൽ അല്ല എക്സസൈസ് ചെയ്യുന്നിട്ട് വായിലിട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ പൊടി കലക്കിയിട്ട് യു ക്യാൻ ഹാവ്. ഇതെല്ലാം വെറും വയറ്റ് പോകണം, എംപ്റ്റി സ്റ്റമക്. ഓക്കെ ഓക്കെ, ഇത് നോക്കി, ഇത് രണ്ടും കോമ്പിനേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, റൈറ്റ്? അപ്പോൾ ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റിന്റെ അകത്തുള്ളത് ഗാർഷീനിയ കമ്പോജിയ കുടംപുളി, ദെൻ സിനാമൻ കറുവപ്പട്ട, ദെൻ കോഫി പൗഡർ, എൻസൈം, ഡയറ്ററി ഫൈബർ. ടോട്ടൽ 64% പ്രോട്ടീൻ ഉണ്ട് അതിൽ. ഇതെല്ലാം കൂടിയിട്ട് അണ്ടർസ്റ്റാൻഡ് ആട്ടെ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇതിപ്പോ 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുക 12.8 ഗ്രാം ആണ്. യു വിൽ ഗെറ്റ് ഓൺലി 12.8 ഗ്രാം, 13. അപ്പൊ 2 നേരം കഴിച്ചാൽ 26 അല്ലെ, 13, 26. അപ്പൊ ഇത് കഴിക്കുമ്പോൾ 2 തവണയും ഇതിന്റെ അകത്ത് 1 സ്പൂണ് ഓൾ പ്രോ, ന്യൂട്രിചാർജ് ഓൾ പ്രോ കൂടി ചേർക്കുക. അപ്പൊ പ്രോട്ടീന്റെ അളവ് കുറച്ചും കൂടി അങ്ങ് കൂടും, 10 ഗ്രാം കൂടി കൂടും, റൈറ്റ്? സോ ന്യൂട്രിചാർജ് ഓൾ പ്രോ ഞങ്ങൾ ഇറക്കാനുള്ള കാരണം തന്നെ അതായിരുന്നു. ദാറ്റ് വാസ് ദ മെയിൻ റീസൺ, റൈറ്റ്? സോ അതിനെ ശരിക്ക് എന്താണ് പറയാ, യൂസ് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ്, അതിൻ്റെ അകത്തുള്ള കുറെ പച്ചമരുന്നുകളുടെ പേരുകളുണ്ട് അതിൻ്റെ അകത്ത്, കണ്ടോ? മാംഗിഫെറ ഇൻഡിക്ക, അത് പച്ച മാങ്ങയാണ്, റൈറ്റ്? ദെൻ എംബ്ലിക്ക ഒഫിഷ്യനാലിസ്, അത് നെല്ലിക്ക. ഓക്കെ, ദെൻ ഗ്ലൈക്രൈസ ഗ്ലാബ്ര, അത് ഇരട്ടി മധുരം. ദെൻ ജിംനിവ സിൽവസ്ട്രേ, ജിംനിവ സിൽവസ്ട്രേ എന്ന ചക്കരക്കൊല്ലി. ദെൻ കം സിസിലിയം ക്യൂമിനി, അത് ഞാവൽ പഴം. ദെൻ കം സ്റ്റിനോസ്പോറ കോഡിഫോളിയ, അത് ചിറ്റമൃത്. ദെൻ മെമോഡിക്ക ഷെരന്റിയ, മെമോഡിക്ക ഷെരന്റിയ എന്ന് പറഞ്ഞാൽ ഈ പാവയ്ക്ക എന്നൊക്കെ പറയുന്ന സാധനം, നമ്മള് നോർത്ത് കേരളയിലൊക്കെ കായ്പക്ക എന്ന് പറയും. ദെൻ ഏഗ്ലോ മാമലസ്, അത് കൂവളം. ടെറോകാർപ്പസ് മാർസൂപ്പിയം, അത് കരിങ്ങാലി. ദെൻ പൈപ്പർ ലോങ്ങം, തിപ്പല്ലി. പൈപ്പർ നൈഗ്രം, കുരുമുളക്. ആൻഡ് ജിഞ്ചീബർ ഒഫിഷ്യനാലെ, ഇഞ്ചി. ഈ പറയുന്ന പച്ചമരുന്നുകളും കൂടി ചേർത്തിട്ടുള്ളതാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി അങ്ങ് ചേരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ദിശയിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോകും. ആക്ച്വലി പ്രീ ഡയബറ്റിക്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമായിരുന്നു. പ്രീ ഡയബറ്റിക് കൊടുത്തപ്പോൾ അവർ നോർമൽ ആയത് കണ്ടിട്ട് കേരളത്തിൽ ഞങ്ങളാണ് ഇതിനെ ഡയബറ്റിക്കിലേക്കും കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ആണെന്നതാണ്, പിന്നെ പ്രീ ഡയബറ്റിക് നോർമൽ ആണ്. സോ ഡയബറ്റിക് സ്ലോലി ആൻഡ് സ്റ്റഡിലി ബിക്കമിങ് നോർമൽ. അങ്ങനെ ഇപ്പോൾ ഇത് കമ്പനി തന്നെ പറഞ്ഞു, വി വിൽ പ്രൊമോട്ട് ഇറ്റ് ഫോർ ബോത്ത് പ്രീ ഡയബറ്റിക് ആൻഡ് ഡയബറ്റിക്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ എന്റെ ഒരു ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നത്തിങ് മോർ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇത് എല്ലാം ഡിഫൈൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇൻഫാക്ട്. സോ നത്തിങ് മോർ ടു സേ. ഇതിന്റെ കൂടെ നമുക്ക് കിട്ടിയ ഒരു വേറെ സംഭവം ഉണ്ട്, മധുസയ്യം രസ്, റൈറ്റ്? സോ മെയ്ഡ് ഫ്രോം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റിൽ ഉള്ള ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഏകദേശം ഇതിൽ ഉള്ളത്. സോ ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്സ് ഇൻ മാനേജിങ് ദ ഡയബറ്റീസ്, ഹെൽപ്സ് ഇൻ മാനേജിങ് ഹെൽത്ത് കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഡയബറ്റീസ്. ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരം തന്നെയാണ്. ഇത് 2 നേരം കഴിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള മരുന്നിന്റെ കൂടെ, ഫോർ ദാറ്റ് മാറ്റർ, ഈ എല്ലാ സപ്ലിമെന്റും ബാക്കി മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കണം, പെട്ടെന്ന് നിർത്തരുത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ സപ്ലിമെന്റ്സ് എല്ലാം തന്നെ കഴിക്കാം. പക്ഷെ മധുസയ്യം ഡ്രസ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കഴിക്കാൻ മറന്നു പോകുന്നതും മറക്കാൻ പാടില്ലാത്തതുമാണ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്. ഇത് കഴിക്കാതെ ബാക്കി എന്ത് കഴിച്ചു കഴിഞ്ഞാലും പൂർണ്ണതയിലേക്ക് എത്താനുള്ള സാധ്യത കുറയും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മധുസയ്യം ഡ്രസ് കഴിച്ചു, ന്യൂട്രിചാർജ് ഗ്ലൈസം ടാബ്ലറ്റ് കഴിച്ചു, റൈറ്റ്? അതിന്റെ കൂടെ നിങ്ങൾ ഗാമ ഒറിജിനോൾ കഴിച്ചു. ഇതെല്ലാം നിങ്ങളെ സഹായിക്കും ഡയബറ്റിക്കിനെ പ്രീ ഡയബറ്റിക്കിലേക്ക് കൊണ്ടുവരാനും പ്രീ ഡയബറ്റിക്കിനെ നോർമലിലേക്ക് കൊണ്ടുവരാനും. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് ശേഖരിച്ച് ശരിക്കും നിങ്ങളെ കെട്ടിപ്പിടിച്ച് പുണർന്നുകൊണ്ട് നീണ്ട കാലഘട്ടത്തേക്ക് നടത്തി കൊണ്ടുപോകാൻ വേണ്ടത് പ്രോട്ടീൻ തന്നെയാണ്. സോ വിത്തൗട്ട് പ്രോട്ടീൻ ഓൾ ദി റിസൾട്ട്സ് വിൽ ബി ഫോർ ടൈം ബീയിങ്. അത് പൂർണ്ണതയിലേക്ക് എത്തത്തില്ല. പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഇറ്റ് ഷുഡ് എൻഡ് അപ്പ് വിത്ത് ടേക്കിംഗ് ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റ്. നൗ ഗാമ ഒറിജിനോൾ ആബ്സല്യൂട്ട്ലി നാച്ചുറൽ ആന്റി ഓക്സിഡന്റ്, റൈറ്റ്? അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ന്യൂട്രിചാർജ് വെജോമയും കൂടി എടുക്കണം. എന്നാൽ മാത്രമാണ് ഹാൻഡിങ് ഗ്ലവ് ആകുന്നത്. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെങ്കിൽ ഒരു കൈ മാത്രം പോരാ, 2 കൈ വേണം. അതുപോലെയാണ് ഗാമ ഒറിജിനൽ കഴിക്കുന്നുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് വെജോമ കഴിക്കണം.
ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കുന്നുണ്ടെങ്കിൽ ഗാമ ഒറിജിനൽ കഴിക്കണം. സോ ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ഡയബറ്റീസ്, ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ അത് ഗാമ കഴിച്ചാൽ ഇങ്ങനത്തെയും ഗുണങ്ങളുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കൂടി ചേരുമ്പോൾ ഇത് ശരിയായിട്ട് ഒരു 2 കൈ സിനർജറ്റിക് ആക്ഷൻ ആയിരിക്കും. സോ യു നീഡ് ടു ടേക്ക് 2 capsules along with ഡയബറ്റീസ് മെഡിസിൻസ്. ന്യൂട്രിചാർജ് വെജ് ഒമേഗ ആണെങ്കിൽ നിങ്ങൾ ശരീരത്തിന്റെ സൈസ് അനുസരിച്ചിരിക്കും. വല്ലാതെ ഫാറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് 4 കഴിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ 5 കഴിക്കേണ്ടി വരും. വല്ല സിവിയർ ഫാറ്റി ബോഡി ആണെങ്കിൽ 5 കഴിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ 4 വെച്ചിട്ട് ഡയബറ്റിക് ആൾക്കാർ കഴിക്കാം. ഇല്ലാത്ത ആൾക്കാർ ന്യൂട്രിചാർജ് വെജ് ഒമേഗ 3 കഴിക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് പ്രസന്റേഷൻ. Okay, and I hope this definitely give you something to learn about. So I hope that ഇത് നിങ്ങൾ എന്തായാലും കൂടുതൽ പ്രമേഹത്തിന്റെ ആൾക്കാരെ ജാഗരൂകരാക്കാനും കൂടുതൽ ആൾക്കാർക്ക് ഇത് സഹായകരമായിട്ട് നിൽക്കുന്നു. അതുപോലെ നിങ്ങൾക്കും ഇതൊരു ലേണിംഗ് ആയിരിക്കുമെന്നും ഈ ഒരു മിഷന്റെ ഭാഗം നിങ്ങളാകാൻ വേണ്ടി സഹായിക്കുമെന്നും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സേഹത് സാഥിയാവുകയും അതിൽ കൂടെ തന്നെ മറ്റുള്ളവരെ സേഹത് മിത്രാക്കി മാറ്റാനും ഈ ഒരു പ്രസന്റേഷൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാവരും സേഹത് സാഥിയാവണം. സേഹത് സാഥി രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും സേഹത് മിത്രം ഉണ്ടാക്കിയെടുക്കണം. ഗോഡ് ബ്ലെസ് എല്ലാവർക്കും. നല്ലൊരു ആരോഗ്യവും സമാധാനവും പ്രമേഹത്തിന്റെ ഈ മിഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഈ നാട്ടിൽ നിന്ന് പ്രമേഹത്തിനെ തുടച്ചു മാറ്റാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലികമായിട്ട് നിർത്തുന്നു.